ഞാൻ ഈ കുരിശ് ധ്യാനിച്ചുകൊണ്ടാണ്, ഈ ഈശോയുടെ മുഖം, കുരിശിൽ കിടക്കുന്ന ഈശോയുടെ മുഖം ധ്യാനിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ രാത്രി പഠിപ്പിക്കുന്നത്. നമ്മുടെ ഒരു പ്രാർത്ഥന കൊണ്ട്, ഒരു പരിത്യാഗം കൊണ്ട്, ഒരു മധ്യസ്ഥ പ്രാർത്ഥന കൊണ്ട്, ഒരു ഉപവാസം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതിൽ കൂടുതലായ ദൈവത്തിന്റെ കൃപ നിഷ്കളങ്കമായ സഹനത്തിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. മാതാപിതാക്കന്മാരെ, സഹോദരങ്ങളെ, ഞാനിത് പറയുമ്പം എല്ലാ സഹനങ്ങളും അത് സ്വീകരിക്കണം. ഞാൻ അങ്ങനെ ഇപ്പൊ പഠിപ്പിക്കുന്നില്ല. അതിന് ഉന്നതമായ ഒരു ആത്മീയ തലമുണ്ട്. സഹനങ്ങൾ പോലും ചോദിച്ചു മേടിക്കുന്ന വിശുദ്ധരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ അത്രയൊന്നും പഠിപ്പിക്കുന്നില്ല. നമ്മുടെ വേദനകളും സഹനങ്ങളും മാറിക്കിട്ടാൻ പ്രാർത്ഥിക്കാം, തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. ഈശോ പോലും പ്രാർത്ഥിച്ചു. ഈശോ പ്രാർത്ഥിച്ചല്ലോ, പിതാവേ കഴിയുമെങ്കിൽ ഇതൊന്ന് മാറ്റിത്തരണേ. നമുക്കും പ്രാർത്ഥിക്കാം, ധ്യാനങ്ങൾ കൂടാം, പ്രാർത്ഥിക്കാം. വേദനകൾ മാറാൻ, രോഗങ്ങൾ മാറാൻ, കുടുംബത്തിന്റെ തകർച്ച മാറാൻ, ദുരിതങ്ങൾ മാറാൻ, സങ്കടങ്ങൾ മാറാൻ. പക്ഷെ സഹോദരങ്ങളെ, പ്രാർത്ഥിച്ചിട്ടും മാറാത്ത സഹനങ്ങൾ, പ്രാർത്ഥിച്ചിട്ടും മാറിക്കിട്ടാത്ത തകർച്ചകൾ, ചികിത്സിച്ചിട്ടും ഭേദപ്പെടാത്ത രോഗാവസ്ഥകൾ, ഈ വേദനകൾ, ഈ കുരിശുകൾ, ഈ സഹനങ്ങൾ, ഈ രോഗങ്ങൾ രക്ഷാകരമാണ്. ദൈവത്തിന്റെ കൃപയവയിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. നമ്മുടെ കർത്താവിന്റെ കാൽവരി യാത്ര ഒരു നിമിഷം നിങ്ങളൊന്ന് ഓർക്കണം. ഈ കാൽവരി യാത്രയിൽ ഈശോ വേദനയോടുകൂടി പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്. പിതാവേ, ഇപ്പൊ ഞാൻ പറഞ്ഞു, പിതാവേ എന്താ പറ, കഴിയുമെങ്കിൽ ഈ കുരിശൊന്ന് മാറ്റിത്തരണം, ഈ പാനപാത്രം മാറ്റിത്തരണം. സഹോദരങ്ങളെ, പരമപിതാവ് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കുന്നില്ലല്ലോ. നമ്മുടെ ജീവിതത്തിലെ വേദനകളെയും കുരിശുകളെയും എങ്ങനെ രക്ഷാകരമാക്കാം, ഇന്ന് നമുക്കത് ധ്യാനിക്കാം. നമ്മുടെ കുരിശുകളെ, നമ്മുടെ വേദനകളെ, നമ്മുടെ സഹനങ്ങളെ എങ്ങനെ വിശ്വാസത്തിൻ്റെ കണ്ണോടെ നാം നോക്കിക്കാണണം. തിരുവചനങ്ങളിലൂടെ നമുക്ക് 1 മണിക്കൂർ നേരം കിട്ടും. നമുക്ക് കടന്നു പോകാം. പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, സഹോദരങ്ങളെ, ഞാൻ ഈ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വെച്ചുകൊണ്ട് തിരുവചനങ്ങൾ ഇന്ന് ഈ മണിക്കൂറിൽ തരുമ്പോൾ ഞാൻ തുടങ്ങുന്ന തിരുവചനം പത്രോസിന്റെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിലെ 12-ാമത്തെ തിരുവചനം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകൾ കടന്നു വരുമ്പോൾ അപ്രതീക്ഷിതമായതെന്തോ സംഭവിച്ചാൽ എന്ന പോലെ നിങ്ങൾ പരിഭ്രമിക്കരുത്. മറിച്ച് കർത്താവിൻ്റെ പീഠകളിൽ പങ്കുകാരാകുന്നതിൽ നിങ്ങൾ ആഹ്ലാദിക്കുവിൻ. അവൻ്റെ മഹത്വത്തിൻ്റെ ദിനം വരുമ്പോൾ നിങ്ങളുടെ സഹനങ്ങളെ ഓർത്ത് നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും. പത്രോസിൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിലെ 12-ാമത്തെ തിരുവെഴുത്താണിത്. നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അപ്രതീക്ഷിതമായിട്ടെന്തോ സംഭവിക്കുന്നു എന്ന പോലെ നിങ്ങൾ പരിഭ്രമിക്കരുത്, ആകുലപ്പെടരുത്, സങ്കടപ്പെടരുത്. കർത്താവിൻ്റെ പീഡകളിലെ പങ്കുപറ്റലായി കണ്ടതിനെ സ്വീകരിക്കണം. മഹത്വത്തിൻ്റെ ദിനം വരുമ്പോൾ നമ്മുടെ കർത്താവിന് സ്വർഗത്തിൽ മഹത്വത്തിൻ്റെ ആ അനുഭവത്തിൽ മുഖത്തോട് മുഖം നാം കണ്ടുമുട്ടുമ്പോൾ അത്യധികം ആഹ്ലാദിക്കാൻ നമുക്കിതുവഴി സാധിക്കും എന്ന് പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നു. സഹോദരങ്ങളെ, ധ്യാന കേന്ദ്രത്തിലൊക്കെ ഉണ്ടായിരുന്ന നാളുകൾ, ഞാൻ ഇന്നിങ്ങനെ ഒരു കാര്യം പറഞ്ഞു തരാമെന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മനസ്സിലൂടെ വേഗം കടന്നുപോയത് അങ്ങനെ ഒരു ചിന്തയാണ്. ധ്യാന കേന്ദ്രത്തിലൊക്കെ ഉണ്ടായിരുന്ന നാളുകൾ, ഒട്ടേറെ പേര് ധ്യാനിക്കാൻ വേണ്ടി വരുമ്പോൾ പറയുന്നു, അച്ഛാ, ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ, സഹനങ്ങൾ, തളർന്നു പോകുന്നു അതിൻ്റെ മുൻപിൽ. ഒരുപാട് പ്രാർത്ഥിക്കുന്നു, ഒരുപാട് ധ്യാനങ്ങളിൽ പങ്കെടുക്കുന്നു,
ഭക്തകാര്യങ്ങളിൽ താല്പര്യം കാണിക്കുന്നു, വിശുദ്ധിയോടെ ജീവിക്കുന്നു, വിശ്വസ്തയോടെ ജീവിച്ച് മുന്നോട്ട് പോകുന്നു. എന്നിട്ടും സഹനങ്ങളും വേദനകളും തകർച്ചകളും ഞെരുക്കങ്ങളും സങ്കടങ്ങളും ജീവിതത്തിൽ കടന്നു വരുന്നു. അതിൻ്റെ മുൻപിൽ പതറിപ്പോകുന്ന ഒരുപാട് പേരെ ധ്യാനാവസരങ്ങളിൽ കണ്ടുമുട്ടാനായിട്ടിടവരുന്നു. സഹോദരങ്ങളെ, ഞാനിവിടെ എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് സഹനങ്ങളും കുരിശുകളും എന്നത് നാം പഠിക്കണം. ഞാനിത് പറയുമ്പോൾ ധ്യാനിക്കാൻ വേണ്ടി തരുന്ന തിരുവചനം യോഹന്നാന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിലെ 5-ാമത്തെ തിരുവചനം. നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: അവനിൽ വസിക്കുന്നുവെന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. യേശുവിൽ വസിക്കുന്നു, യേശുവിൽ ജീവിക്കുന്നുവെന്ന് പറയുന്നവൾ അവൻ നടന്ന വഴിയിലൂടെ. ഏതാണ് അവൻ നടന്ന വഴി? അത് കുരിശിൻ്റെ വഴിയാണ്, വേദനയുടെ വഴിയാണ്, ശൂന്യവൽക്കരണത്തിൻ്റെ വഴിയാണ്, നിന്ദനത്തിൻ്റെ വഴിയാണ്, തിരസ്കരണത്തിൻ്റെ വഴിയാണ്, തെറ്റിദ്ധാരണയുടെ വഴിയാണ്, സങ്കടങ്ങളുടെ വഴിയാണ്. യേശുവിൽ വസിക്കുന്നുവെന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ കർത്താവ് നടന്ന കുരിശിൻ്റെ വഴി, ക്രൂശിതനെ പിഞ്ചൊല്ലുമ്പോൾ നാമും ആ വഴിയെ തന്നെ നടക്കേണ്ടി വരും. സഹോദരങ്ങളെ, ജീവിതത്തിൽ നമ്മൾ ഓർത്തു നോക്കുക, കുരിശുകളും വേദനകളും സഹനങ്ങളും ജീവിതത്തിൽ വരുമ്പം നിങ്ങളും ഞാനും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: എന്തുകൊണ്ട് ദൈവമേ ഇങ്ങനെയൊക്കെ? എന്തുകൊണ്ട് ഈ സഹനങ്ങളും ഞെരുക്കങ്ങളും ഒന്നിനു പുറകെ ഒന്നായി? എന്തുകൊണ്ട് ഈ തകർച്ചകളും ഈ പരാജയങ്ങളും? നമ്മൾ ഓർക്കണം, നമ്മുടെ കർത്താവ് പോലും ഒരു വേള അത് ചോദിച്ചു. കുരിശിന്റെ നൊമ്പരങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ അവനും ഒരു നിമിഷം ചോദിച്ചു: എന്തുകൊണ്ട് പിതാവേ അങ്ങനെ ഉപേക്ഷിച്ചു? സഹോദരങ്ങളെ, ഈ ചോദ്യം നിങ്ങളും ഞാനും സഹനങ്ങളുടെ നിമിഷങ്ങളിൽ ഉയർത്തുമ്പം ഞാൻ കരുതുന്നു അതിന് ബൗദ്ധികമായൊരു മറുപടിയല്ല നിങ്ങളും ഞാനും പ്രതീക്ഷിക്കുന്നത്. എന്തുകൊണ്ടിങ്ങനെ, ഇന്ന കാരണം കൊണ്ടിങ്ങനെ അല്ല, അതല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മറിച്ച് സഹനമില്ലാത്ത, കുരിശില്ലാത്ത, വേദനയില്ലാത്ത, സങ്കടമില്ലാത്തൊരു ജീവിതം, അത് നിങ്ങളും ഞാനും ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ഈ ചോദ്യം നാം ചോദിക്കുന്നത്, ഈ ചോദ്യം നാം ഉയർത്തുന്നത്. സഹനമില്ലാത്ത, വേദനയില്ലാത്തൊരു ജീവിതം ഒരു മനുഷ്യന് സാധിക്കുമോ ഈ ലോകത്തിൽ ജീവിക്കുമ്പം? ഇല്ല എന്നാണ് ഞാൻ തരുന്ന ഉത്തരം. നമുക്ക് ധ്യാനിക്കാം സഹോദരങ്ങളെ. വെളിപാട് പുസ്തകത്തിന്റെ 21-ാം അധ്യായത്തിലെ ആദ്യത്തെ വചനങ്ങൾ. ഈ തിരുവചനങ്ങളിൽ യോഹന്നാൻ ശ്ലീഹ സ്വർഗത്തെക്കുറിച്ച് കാണുന്നൊരു ദർശനം എഴുതി നമ്മെ അറിയിക്കുകയാണ്. യോഹന്നാൻ എഴുതുന്നു: ഇതാ പുതിയൊരാകാശവും പുതിയൊരു ഭൂമിയും ഞാൻ കാണുന്നു. പഴയതെല്ലാം കടന്നുപോയി. ഭർത്താവിന് വേണ്ടി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നൊരു മണവാട്ടിയെ പോലെ സ്വർഗീയ ജെറുസലേം ഞാനത് കാണുന്നു. എന്നിട്ട് യോഹന്നാൻ എഴുതുന്നു: ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെ, അവിടുന്ന് അവരോടൊത്തു വസിക്കുന്നു. എന്നിട്ട് എഴുതുകയാണ്: അവിടുന്ന് അവരുടെ മിഴികളിലെ കണ്ണുനീര് തുടച്ചു മാറ്റും. ഇനി ദുഃഖങ്ങളില്ല, ഇനി വേദനകളില്ല, ഇനി രോഗപീഠകളില്ല, ഇനി ഞെരുക്കങ്ങളില്ല, ഇനി മരണമില്ല. പഴയതെല്ലാം കടന്നുപോയിരിക്കുന്നു. മാതാപിതാക്കന്മാരെ, സഹോദരങ്ങളെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ വേദനകളില്ലാത്ത, സഹനങ്ങളില്ലാത്ത, മനുഷ്യന്റെ കണ്ണു നിറയാത്ത ഒരു കാലത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ഇവിടെയാണ്, ഇവിടെ മാത്രമാണ്. യോഹന്നാന്റെ 21-ാം അധ്യായം. ഈ വേദനയില്ലാത്ത, സഹനമില്ലാത്ത നാളുകൾ അതെവിടെയാണെന്നാണ് വചനം പറയുന്നത്? സ്വർഗത്തിൽ ദൈവത്തിനു മുമ്പിൽ എത്തുമ്പോൾ കിട്ടുന്നൊരു ഭാഗ്യമാണത്. സ്വർഗീയ ജെറുസലേമിലെത്തുമ്പം നമ്മുടെ കർത്താവിനെ നിങ്ങളും ഞാനും മുഖത്തോട് മുഖം കാണുമ്പം ഒരു ക്രൈസ്തവന് കിട്ടുന്ന ഭാഗ്യമാണ് സഹനമില്ലാത്ത, കുരിശില്ലാത്ത, വേദനയില്ലാത്തൊരു ജീവിതം. അങ്ങനെയെങ്കിൽ ഈ വചനഭാഗം ധ്യാനിക്കുമ്പോൾ അതിൻ്റെ മറുവശം ഇങ്ങനെയാണല്ലോ: ഈ ആകാശത്തിൻ്റെ കീഴെ, ഈ ഭൂമിയിൽ, ഇവിടെ നിങ്ങളും ഞാനും ജീവിക്കുമ്പം നിങ്ങളുടെയും എൻ്റെയും കണ്ണുകൾ നിറയും. നിങ്ങളും ഞാനും വേദനകളിലൂടെ കടന്നു പോകേണ്ടി വരും,
ദുഃഖങ്ങളും കുരിശുകളും സഹനങ്ങളും നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് എന്നുമുണ്ടാകും. നമ്മുടെ കർത്താവ് പറയുന്നൊരു വചനമുണ്ട്, മത്തായി സുവിശേഷത്തിൻ്റെ 6-ാം അധ്യായം. ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചും പരമപിതാവിൻ്റെ പരിപാലനയെക്കുറിച്ചും ഈശോ പഠിപ്പിച്ചു വന്നിട്ട് ആ അധ്യായത്തിൻ്റെ അവസാനത്തെ വചനത്തിൽ പറയുക ഇങ്ങനെയാണ്: ഓരോ ദിവസത്തിനും അതതിൻ്റെ കഷ്ടപ്പാടുകൾ മതി. ഓരോ ദിവസത്തിനും അതതിൻ്റെ കഷ്ടപ്പാടുകൾ മതി എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് ആ ധ്യാനം. ഓരോ ദിവസത്തിനും അതതിൻ്റെ കഷ്ടപ്പാടുകളുണ്ട്, വേദനകളുണ്ട്, ഞെരുക്കങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്, കുരിശുകളുണ്ട്. അപ്പോൾ നാം പഠിച്ചു, ചുരുങ്ങിയ നേരം കൊണ്ട് ഒരുപാട് ഞാൻ വിശദീകരിച്ച് പോകാതെ ഞാൻ പറഞ്ഞു തന്നു. മനുഷ്യ ജീവിതത്തിൻ്റെ ഭാഗമാണ് വേദനകളും സങ്കടങ്ങളും സഹനവും കുരിശും. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ കുരിശിന് എന്തെങ്കിലും മൂല്യമുണ്ടോ? കുരിശിന് മൂല്യമുണ്ട്. രക്ഷാകരമായ ഒരു മൂല്യം കുരിശിനുണ്ട്. സഹനത്തിന് മൂല്യമുണ്ട്. നിഷ്കളങ്കമായ സഹനം. എല്ലാ സഹനത്തെക്കുറിച്ചുമല്ല ഞാൻ പറയുന്നത്. ദൈവത്തെ മറന്ന് ജീവിച്ച്, പാപവഴികളിലൂടെ നടന്ന് ജീവിച്ച്, തോന്നിവാസികളായി നടന്ന് ജീവിച്ച് നമുക്ക് വരുന്ന സഹനങ്ങളുണ്ട്, തകർച്ചകളുണ്ട്. അതിനെക്കുറിച്ചല്ല ഞാൻ ഈ രാത്രി സംസാരിക്കുന്നത്. വിശുദ്ധിയോടെ ജീവിച്ചിട്ട് ദൈവത്തിൻ്റെ വഴിയിലൂടെ നടന്നിട്ട് കടന്നു വരുന്ന സഹനങ്ങൾ. ഞാൻ ആ സഹനങ്ങളെയാണ് ഒരു വാക്കുകൊണ്ട് സൂചിപ്പിച്ചത്: നിഷ്കളങ്കമായ സഹനങ്ങൾ. വിശുദ്ധ ജീവിതം നയിച്ചിട്ടും കിട്ടുന്ന സഹനങ്ങൾ. ആ സഹനങ്ങൾക്ക് സഹോദരങ്ങളെ മൂല്യമുണ്ട്, രക്ഷാകരമായ മൂല്യമുണ്ട്. അതാണ് കർത്താവിൻ്റെ കുരിശ് നമുക്ക് പറഞ്ഞു തരുന്ന പാഠം. നമുക്കറിയാം, ഈശോയുടെ കുരിശ് ഈ ലോകത്തിൻ്റെ മുഴുവനും വീണ്ടെടുപ്പിനും രക്ഷയ്ക്കും കാരണമായി. അങ്ങനെയെങ്കിൽ ഈശോയോട് ചേർന്ന ഒരു ജീവിതം നയിച്ച് നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിൽ കടന്നു വരുന്ന കുരിശുകൾ, ആ കുരിശുകൾക്ക് മൂല്യമുണ്ട്, രക്ഷാകര മൂല്യമുണ്ട്. ഈ കുരിശുകളിലൂടെ ദൈവത്തിൻ്റെ കൃപ അനേകരിലേക്ക് ഒഴുക്കാൻ നിങ്ങൾക്കും എനിക്കും സാധിക്കും. മറ്റുള്ളവരുടെ കുടുംബത്തിൻ്റെ കൂടി രക്ഷയ്ക്കു കാരണമായി തീരാൻ നമ്മുടെ കുരിശു വഴി, നമ്മുടെ സഹനം വഴി നിങ്ങൾക്കും എനിക്കും സാധിക്കും. ഞാനിത് വ്യക്തമാക്കി തരാം. സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതം ചിന്തിച്ചു നോക്കുക നിങ്ങൾ. നമ്മുടെയൊക്കെ നന്മകൾ, അത് ശാരീരികമായ നന്മകളാവട്ടെ, ആത്മീയമായ നന്മകളാവട്ടെ, നമ്മിലെ നന്മകൾ പങ്കുവയ്ക്കുക വഴി നമുക്ക് മറ്റുള്ളവരെ രക്ഷിക്കാനായിട്ട് സാധിക്കും, സഹായിക്കാനായിട്ട് സാധിക്കും. ശാരീരികമായ നന്മകൾ, ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, നമ്മുടെ രക്തം, ശരീരത്തിലൂടെ ഒഴുകുന്ന രക്തം. നമ്മുടെ ഈ ആശുപത്രിയിൽ ഒരു വ്യക്തി, ഒരു മരണാസന്നനായിട്ടെത്തുന്ന ഒരു വ്യക്തി, ഒരു അപകടം പറ്റി രക്തം വാർന്നുപോയി അങ്ങേയറ്റം ഗുരുതര അവസ്ഥയിൽ എത്തുന്ന ഒരു വ്യക്തി, നാം അറിയുന്നു ആ വ്യക്തിക്ക് രക്തം വേണം ജീവൻ നിലനിൽക്കാൻ. എൻ്റെ രക്തം അതിനോട് ചേരുമെങ്കിൽ, എൻ്റെ ശരീരത്തിലൂടെ ഒഴുകുന്ന രക്തം, ഞാൻ ആ ശാരീരിക നന്മ പങ്കുവെക്കുമ്പോൾ അതുവഴി എനിക്ക് ആ വ്യക്തിയെ രക്ഷിക്കാനും സഹായിക്കാനും പറ്റുന്നു. നമ്മുടെ കഴിവുകൾ, നമ്മുടെ നന്മകൾ, നമ്മുടെ സമയം, നമ്മുടെ ആരോഗ്യം, നാം അത് പങ്കുവെക്കുക വഴി മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുന്നു, മറ്റുള്ളവരെ രക്ഷിക്കാൻ പറ്റുന്നു. ശാരീരിക നന്മകൾ പങ്കുവെക്കുക വഴി നമുക്ക് മറ്റുള്ളവരെ രക്ഷിക്കാനും സഹായിക്കാനും പറ്റും. ഇതുപോലെ തന്നെയാണ് സഹോദരങ്ങളെ ആത്മീയമായ നന്മകളും. ഉദാഹരണത്തിന് വിശ്വാസം ആത്മീയമായൊരു നന്മയാണ്. നമുക്കറിയാം, നാം വിശ്വാസത്തോടെ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഒരു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ വ്യക്തിക്ക് ദൈവചിന്തയില്ല, ആ വ്യക്തി പ്രാർത്ഥിക്കുന്ന വ്യക്തിയല്ല, ആ വ്യക്തി വിശ്വാസമുള്ള ഒരു വ്യക്തിയല്ല. എന്നാ ദൈവചിന്തയില്ലാതെ ആ വ്യക്തി നടന്നാലും നാം വിശ്വാസത്തോടെ മുട്ടിപ്പായി ആ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഉത്തരം നിങ്ങൾ തന്നെ. ആ പ്രാർത്ഥന ദൈവം കേട്ട ആ വ്യക്തിയെ അനുഗ്രഹിക്കുകയോ ഇല്ലയോ? ഉത്തരം നിങ്ങളിത് അനുഗ്രഹിക്കുകയോ ഇല്ലയോ? അനുഗ്രഹിക്കും. നമ്മുടെ വിശ്വാസം ഒരു ആത്മീയ നന്മയാണ്. ആ വിശ്വാസം വഴി നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാനും രക്ഷിക്കാനും പറ്റും. നമ്മുടെ പ്രാർത്ഥന ആത്മീയമായൊരു നന്മയാണ്. നമ്മളൊക്കെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുമിച്ച് ഇവിടെ വരാറുണ്ടല്ലോ. ധ്യാനകേന്ദ്രത്തിലൊക്കെ ആയിരിക്കുമ്പോൾ ധ്യാനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വരുന്ന മക്കൾക്ക് വേണ്ടി പകലും രാത്രിയും വിരിച്ചു പിടിച്ച കൈകളോടെ പരിശുദ്ധ കുർബാനയ്ക്ക് മുമ്പിലിരിക്കുന്ന ഒരുപാട് മക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്.
ആ പ്രാർത്ഥനകൾ ദൈവത്തിൻ്റെ പക്കലെത്തും. നമ്മുടെ പ്രാർത്ഥന വഴി നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാനും രക്ഷിക്കാനും പറ്റും. വേറൊരാത്മീയ നന്മ, ജീവിതത്തിൻ്റെ വിശുദ്ധി ഒരാത്മീയ നന്മയാണ്. സഹോദരങ്ങളെ, ഒരു വൈദികനായ ഞാൻ വിശുദ്ധിയോടെ ജീവിച്ചാൽ, ഈ ഇടവകയെ നയിക്കാൻ ദൈവം നിയോഗിച്ച നിങ്ങളുടെ അച്ഛന്മാർ വിശുദ്ധിയോടെ ജീവിച്ചാൽ, അവരുടെ ജീവിത വിശുദ്ധി വഴി നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപ കിട്ടും. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ വളരാൻ നിങ്ങൾക്ക് പറ്റും. ജീവിത വിശുദ്ധി ഒരു ആത്മീയ നന്മയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ വിശുദ്ധി വഴി നമുക്ക് മറ്റുള്ളവരിലേക്ക് ദൈവത്തിൻ്റെ കൃപയെ ഒഴുക്കാനായിട്ട് പറ്റും. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് ധ്യാനിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 18-ാമത്തെ അധ്യായം ഇന്ന് വീട്ടിൽ ചെന്നിട്ട് ധ്യാനിച്ചു. സൊദോം ഗൊമോറ സംഭവമാണ് അവിടെയുള്ളത്. ഒരുപാട് നേരമില്ല, അതുകൊണ്ട് ഞാൻ അതിലോട്ട് കടക്കുന്നില്ല. 1 മിനിറ്റ് കൊണ്ടൊന്ന് ഓർപ്പിച്ചു വിടാം. പാപവഴികളിലൂടെ നടക്കുന്ന സൊദോം ഗൊമോറ ജനം അബ്രാഹത്തെ വിളിച്ചിട്ട് ദൈവം പറയുന്നു, ഈ 2 നാടും ഞാൻ നശിപ്പിക്കാൻ പോകുന്നു, തീയിറക്കി ഗന്ധകവിറക്കി നശിപ്പിക്കാൻ പോകുന്നു. അബ്രാഹം ദൈവത്തോട് പറയും, ദൈവമേ ശരിയാണ്, ഒരുപാട് പേര് പാപത്തിന്റെ വഴിയെ പോകുന്നു, ഒരുപാട് പേര് നിന്നെ മറന്നു ജീവിക്കുന്നു എന്ന് വെച്ച് നീ തീയിറക്കി നശിപ്പിച്ചാൽ എല്ലാം കത്തിച്ചാമ്പലാകും. നന്മ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, വിശുദ്ധിയോടെ ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും നശിക്കില്ലേ? അബ്രാഹത്തിന്റെ ചോദ്യം. ദൈവം ഉത്തരം കൊടുക്കുന്നു അബ്രാഹത്തിന്, 50 പേരുണ്ടോ എന്ന് നീ നോക്ക്, 50 നീതിമാന്മാരെ കണ്ടാൽ ഞാൻ ശിക്ഷ പിൻവലിക്കാം. അബ്രാഹം 50 പേരെ നോക്കിപ്പോയി, കിട്ടിയില്ല. ദൈവം എണ്ണം കുറച്ചു, 40 പേര് മതി, 30 പേര് മതി, 20 പേര് മതി. അവസാനം ദൈവം പറയുന്നുണ്ട് 10 പേര്. അബ്രാഹം 10 പേര് ഈ 2 നാട്ടിലേക്കും വെച്ച് ദൈവത്തിന്റെ വഴിയെ നടക്കുന്ന, വിശുദ്ധിയോടെ ജീവിക്കുന്ന 10 പേരെ നീ കണ്ടുപിടിച്ചു വന്നാൽ ഞാൻ ഈ ശിക്ഷ പിൻവലിക്കാം. 10 പേര് പോലും ആ 2 നാട്ടിലും കൂടി കിട്ടിയില്ല ദൈവത്തിന്റെ വഴിയെ നടക്കുന്നവരായിട്ട്. ആ 2 നാടും നശിക്കുകയാണ്. നാം ഈ വചനഭാഗം ധ്യാനിക്കുമ്പം കിട്ടുന്ന ധ്യാനചിന്ത ഇതാണല്ലോ സഹോദരങ്ങളെ. 10 നീതിമാന്മാരുടെ നീതിക്ക്, 10 വിശുദ്ധിയുള്ളവരുടെ വിശുദ്ധിക്ക് 2 നാടുകളെ രക്ഷിക്കാൻ മാത്രം ശക്തിയുണ്ട്. ദൈവത്തിന്റെ സംരക്ഷണം ആ 2 നാടിനും കിട്ടും 10 വിശുദ്ധിയുള്ളവരുണ്ടെങ്കിൽ. നമ്മുടെയൊക്കെ ഇടവകയിൽ അങ്ങേയറ്റം വിശുദ്ധിയോടുകൂടി ജീവിക്കുന്നവര്, മാതാപിതാക്കന്മാരെ, നമ്മുടെയൊക്കെ കുടുംബത്തിൽ വിശുദ്ധിയോടെ ജീവിക്കുന്ന മാതാപിതാക്കന്മാർ, അതുവഴി ദൈവത്തിന്റെ കൃപയും നന്മയും നമ്മുടെ ഇടവകയ്ക്ക് കിട്ടുന്നു, നമ്മുടെ കുടുംബത്തിന് കിട്ടുന്നു. വിശുദ്ധിയോടെ ജീവിക്കുന്ന മാതാപിതാക്കൾ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അതുവഴി അനുഗ്രഹിക്കപ്പെടുന്നു. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 39-ാം അധ്യായത്തിൽ 5-ാമത്തെ തിരുവചനം നാം ഇങ്ങനെ വായിക്കും. പൂർവ്വ യൗസേപ്പ് എന്ന വിശുദ്ധനായ മനുഷ്യൻ, ദൈവചിന്തയുള്ള മനുഷ്യൻ, പൊത്തിഫർ ഈ ജോസഫിനെ കൊണ്ടുപോയി വീടിന്റെ കാര്യസ്ഥനാക്കുമ്പം നാം ഈ വചനത്തിൽ വായിക്കുക ഇങ്ങനെയാണ്: ജോസഫിനെ പ്രതി, ഈ വിശുദ്ധനായ മനുഷ്യനെ പ്രതി ദൈവമായ കർത്താവ് പൊത്തിഫറിനെയും അവന്റെ കുടുംബത്തെയും അവന്റെ കുഞ്ഞുങ്ങളെയും വസ്തുവകകളെയും അനുഗ്രഹിച്ചു. നോക്കൂ, വിശുദ്ധിയുള്ള ഒരു മനുഷ്യന്റെ സാന്നിധ്യം ഒരു കുടുംബത്തിന് അനുഗ്രഹമാകുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ആത്മീയ നന്മകൾ വഴി നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റും. സഹോദരങ്ങളെ, ഞാൻ വിഷയത്തിലോട്ട് വീണ്ടും വരുന്നു. സഹനം, നിഷ്കളങ്കമായ സഹനം, അതൊരാത്മീയ നന്മയാണ്. ഈ സഹനത്തിൻ്റെ യോഗ്യത വഴി നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റും, രക്ഷിക്കാൻ പറ്റും. പാപവഴിയെ നടക്കുന്നൊരു വ്യക്തി, നന്മയിലേക്ക് ആ വ്യക്തിയെ കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും. മദ്യപാന ദുശ്ശീലമുള്ളൊരു വ്യക്തി, മാനസാന്തര അനുഭവത്തിലോട്ട് ആ വ്യക്തിയെ കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും. ഒരു കുടുംബത്തെ ദൈവത്തിലോട്ട് അടുപ്പിക്കാൻ പറ്റും നിഷ്കളങ്കമായ നമ്മുടെ സഹനത്തിൻ്റെ യോഗ്യത വഴി. ഞാൻ ഇങ്ങനെ പോലും ഈ നോമ്പ് കാലത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ഈ ധ്യാനത്തിൽ നമ്മുടെ ഒരു പ്രാർത്ഥന കൊണ്ടോ, നമ്മുടെ ഒരു പരിത്യാഗം കൊണ്ടോ, നമ്മുടെ ഒരു ഉപവാസം കൊണ്ടോ നമുക്ക് നേടിയെടുക്കാനാകുന്നതിൽ കൂടുതൽ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ സഹനത്തിലൂടെ നേടിയെടുക്കാൻ നിങ്ങൾക്കും എനിക്കും സാധിക്കും. സഹോദരങ്ങളെ, ഞാനിത് പഠിപ്പിക്കുന്നത് കർത്താവിൻ്റെ കുരിശ് ധ്യാനിച്ചുകൊണ്ടാണ്. ആ ഈശോയുടെ കുരിശ് ധ്യാനിച്ചുകൊണ്ടാണ് ഞാൻ ഇത് പഠിപ്പിക്കുന്നത്. നമ്മുടെ ഒരു പ്രാർത്ഥന കൊണ്ട്, നമ്മുടെ ഒരു പുണ്യപ്രവൃത്തി കൊണ്ട്, നമ്മുടെ ഒരു പരിത്യാഗം കൊണ്ട്, നമ്മുടെ ഒരു ഉപവാസം കൊണ്ട് നമുക്ക് നേടിയെടുക്കാനാകുന്നതിൽ കൂടുതൽ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ സഹനങ്ങളിലൂടെയും നിഷ്കളങ്കമായ വേദനകളിലൂടെയും നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഞാനിത് പറയുമ്പം ഒരു നിമിഷം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ.
നമ്മുടെ കർത്താവ് ഈ ലോകത്തെ രക്ഷിച്ചല്ലോ സഹോദരങ്ങളെ. വചനം പ്രഘോഷിച്ചാണോ രക്ഷിച്ചത്? അല്ലല്ലോ. പ്രാർത്ഥിച്ചുകൊണ്ടാണോ? ഉപവസിച്ചുകൊണ്ടാണോ? നീണ്ട ദിവസങ്ങൾ പ്രാർത്ഥിച്ചു, നീണ്ട ദിവസങ്ങൾ ഉപവസിച്ചു, രോഗികളെ സുഖപ്പെടുത്തി, ഒരു രോഗശാന്തി കൊടുത്തുകൊണ്ട്, വചനം പ്രഘോഷിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട്, ഉപവസിച്ചുകൊണ്ട് ഈശോയ്ക്ക് നേടിയെടുക്കാൻ പറ്റാത്ത ഒന്ന്, ഈ ലോകത്തിന്റെ വീണ്ടെടുപ്പ്, മനുഷ്യകുലത്തിന്റെ വീണ്ടെടുപ്പ്, രക്ഷ ഈശോ നേടിയെടുത്തത് കുരിശിലൂടെയായിരുന്നു, കുരിശിലെ മരണത്തിലൂടെയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉറക്കെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഈ കുരിശ് ധ്യാനിച്ചുകൊണ്ടാണ്, ഈ ഈശോയുടെ മുഖം, കുരിശിൽ കിടക്കുന്ന ഈശോയുടെ മുഖം ധ്യാനിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ രാത്രി പഠിപ്പിക്കുന്നത്. നമ്മുടെ ഒരു പ്രാർത്ഥന കൊണ്ട്, ഒരു പരിത്യാഗം കൊണ്ട്, ഒരു മധ്യസ്ഥ പ്രാർത്ഥന കൊണ്ട്, ഒരു ഉപവാസം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതിൽ കൂടുതലായ ദൈവത്തിൻ്റെ കൃപ നിഷ്കളങ്കമായ സഹനത്തിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. മാതാപിതാക്കന്മാരെ, സഹോദരങ്ങളെ, ഞാനിത് പറയുമ്പം എല്ലാ സഹനങ്ങളും അത് സ്വീകരിക്കണം. ഞാൻ അങ്ങനെയെങ്കിൽ ഇപ്പൊ പഠിപ്പിക്കുന്നില്ല. അതിന് ഉന്നതമായൊരു ആത്മീയ തലമുണ്ട്. സഹനങ്ങൾ പോലും ചോദിച്ചു മേടിക്കുന്ന വിശുദ്ധരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ അത്രയൊന്നും പഠിപ്പിക്കുന്നില്ല. നമ്മുടെ വേദനകളും സഹനങ്ങളും മാറിക്കിട്ടാൻ പ്രാർത്ഥിക്കാം, തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. ഈശോ പോലും പ്രാർത്ഥിച്ചു. ഈശോ പ്രാർത്ഥിച്ചല്ലോ, പിതാവേ കഴിയുമെങ്കിൽ ഇതൊന്ന് മാറ്റിത്തരണേ. നമുക്കും പ്രാർത്ഥിക്കാം, ധ്യാനങ്ങൾ കൂടാം, പ്രാർത്ഥിക്കാം. വേദനകൾ മാറാൻ, രോഗങ്ങൾ മാറാൻ, കുടുംബത്തിന്റെ തകർച്ച മാറാൻ, ദുരിതങ്ങൾ മാറാൻ, സങ്കടങ്ങൾ മാറാൻ. പക്ഷെ സഹോദരങ്ങളെ, പ്രാർത്ഥിച്ചിട്ടും മാറാത്ത സഹനങ്ങൾ, പ്രാർത്ഥിച്ചിട്ടും മാറിക്കിട്ടാത്ത തകർച്ചകൾ, ചികിത്സിച്ചിട്ടും ഭേദപ്പെടാത്ത രോഗാവസ്ഥകൾ, ഈ വേദനകൾ, ഈ കുരിശുകൾ, ഈ സഹനങ്ങൾ, ഈ രോഗങ്ങൾ രക്ഷാകരമാണ്. ദൈവത്തിന്റെ കൃപയവയിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ദൈവത്തിന്റെ കൃപയവയിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. നമ്മുടെ കർത്താവിന്റെ കാൽവരി യാത്ര ഒരു നിമിഷം നിങ്ങളൊന്ന് ഓർക്കണം. ഈ കാൽവരി യാത്രയിൽ ഈശോ വേദനയോടുകൂടി പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്. പിതാവേ, ഇപ്പൊ ഞാൻ പറഞ്ഞു, പിതാവേ എന്താ പറ, കഴിയുമെങ്കിൽ ഈ കുരിശൊന്ന് മാറ്റിത്തരണം, ഈ പാനപാത്രം മാറ്റിത്തരണം. സഹോദരങ്ങളെ, പരമപിതാവ് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കുന്നില്ലല്ലോ. ഈശോയുടെ ആ പ്രാർത്ഥനയുടെ മുമ്പിൽ പിതാവ് നിശബ്ദനായിട്ട് നിൽക്കുന്നു. ഒരുപക്ഷെ ഈശോ ഏറെ വേദനിച്ചൊരു നിമിഷം ഇതായിരിക്കും. പിതാവിൻ്റെ നിശബ്ദത. താൻ ഇത്രയും ഉള്ളുരുകി പ്രാർത്ഥിച്ചിട്ടും കരഞ്ഞിട്ടും ഈ കുരിശൊന്ന് മാറിക്കിട്ടാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ടും പിതാവ് നിശബ്ദനായി നിൽക്കുന്നു. പിതാവ് ഉത്തരം കൊടുക്കുന്നില്ല. എന്തുകൊണ്ട് പിതാവ് നിശബ്ദനായി നിന്നു? എന്തുകൊണ്ട് ആ കുരിശ് ഈശോയ്ക്ക് മാറിക്കിട്ടിയില്ല? ഈ ചോദ്യത്തിന് ഒറ്റ ഉത്തരവേ ഉണ്ടാകൂ. ആ ഉത്തരവ് ഇങ്ങനെയാകും: ഈ കുരിശ് മാറിപ്പോകാൻ പറ്റുന്നൊരു കുരിശല്ല. ഈ കുരിശ് വഴിയേ, ഈ പുത്രന്റെ കുരിശ് വഴിയേ ഈ ലോകത്തെ വീണ്ടെടുക്കാനൊക്കൂ. ഈ കുരിശ് മാറ്റിക്കൊടുക്കാൻ പറ്റില്ല. ഈ കുരിശ് മാറിപ്പോകാൻ പാടില്ല. ഈ കുരിശ് വഴിയേ ഈ പുത്രൻ കടന്നു പോകുന്ന ഈ വേദനയുടെ ശൂന്യവൽക്കരണത്തിന്റെ അനുഭവങ്ങളിലൂടെയേ തനിക്ക് ഈ ലോകത്തെ വീണ്ടെടുക്കാനായിട്ട് പറ്റൂ. അതുകൊണ്ടല്ലേ ആ പ്രാർത്ഥനയുടെ മുമ്പിൽ പരമപിതാവ് ഒരു വേള നിശബ്ദനായി നിൽക്കുന്നത്. സഹോദരങ്ങളെ, ഈശോയ്ക്ക് ഇത് മനസ്സിലാകുന്നുണ്ട്. അതല്ലേ തൊട്ടടുത്ത നിമിഷം പരാതിയില്ല ഈശോയ്ക്ക്, പരിഭവങ്ങളില്ല ഈശോയ്ക്ക്. ഈശോ പറയുന്നു, എൻ്റെ പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാനത് കുടിക്കണം. പരാതി പറഞ്ഞില്ല, പരിഭവപ്പെട്ടില്ല. പരാതി പറയാതെ പിതാവ് തന്ന പാനപാത്രം, പിതാവ് തന്ന കുരിശ്, അത് വഹിക്കണം ഞാൻ. ഈശോ കുരിശെടുത്തു. ആ കുരിശിലൂടെ നമ്മുടെ കർത്താവ് ഈ ലോകത്തെ വീണ്ടെടുത്തു. സഹോദരങ്ങളെ, നിങ്ങളും ഞാനും പ്രാർത്ഥിച്ചിട്ട് വേദനകൾ മാറുന്നില്ലെങ്കിൽ, നൊമ്പരങ്ങൾ മാറുന്നില്ലെങ്കിൽ, സഹനങ്ങളും ഞെരുക്കങ്ങളും മാറുന്നില്ലെങ്കിൽ തിരിച്ചറിയാൻ നിങ്ങൾക്കും എനിക്കും സാധിക്കണം. ഇതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട്. ദൈവം കൈവിടുന്ന നിമിഷമല്ല ഇത്. ഇതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. എൻ്റെ ഈ വേദനയിലൂടെ,
എൻ്റെ ഈ കുരിശിലൂടെ ആരെയെങ്കിലുമൊക്കെ, ഒരുപക്ഷെ നമ്മുടെ മക്കളെയാകാം, ജീവിത പങ്കാളിയാകാം, നമ്മുടെ സഹോദരങ്ങളെയാകാം, അല്ലെങ്കിൽ പാപത്തിന്റെ വഴിയെ നീങ്ങുന്ന ആരെയെങ്കിലുമൊക്കെ ആകാം, ആരെയെങ്കിലുമൊക്കെ വീണ്ടെടുക്കാൻ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഈ കുരിശിലൂടെ എൻ്റെ കുരിശുകൾ മാറിക്കിട്ടുന്നില്ലെങ്കിൽ, കുരിശു മാറാനുള്ള പ്രാർത്ഥന കേൾക്കപ്പെടാതെ പോകുന്നെങ്കിൽ അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ ഒരു കരമുണ്ട്, ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ രീതിയിൽ ജീവിത വേദനകളെ എടുക്കാൻ നമുക്ക് എന്തുമാത്രം സാധിക്കുന്നു? എന്തുമാത്രം നമുക്ക് സാധിക്കുന്നു? സഹോദരങ്ങളെ, പോട്ടയിലൊക്കെ ആയിരുന്ന കാലം ഞാൻ വിഷമത്തോടുകൂടി വിലയിരുത്തിയിട്ടുള്ള, ചിന്തിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട്. ധ്യാനിക്കാൻ വേണ്ടി വരുന്ന മിക്കവാറും പേര് എന്തെങ്കിലും പ്രയാസങ്ങൾ, വിഷമങ്ങൾ, രോഗങ്ങൾ മാറിക്കിട്ടണം, സാമ്പത്തിക ഞെരുക്കങ്ങൾ മാറിക്കിട്ടണം, മക്കൾ നല്ല വഴിയിലേക്ക് വരണം, ഇങ്ങനെയുള്ള സങ്കടങ്ങൾ മാറിക്കിട്ടണം, നൊമ്പരങ്ങൾ മാറിക്കിട്ടണം. ഈ പ്രാർത്ഥനയോടും ആഗ്രഹത്തോടും കൂടി ധ്യാനിക്കാൻ വരുന്നവരെ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ധ്യാനം കഴിഞ്ഞു, ഈ വേദനകൾ മാറുന്നില്ല എങ്കിൽ, നൊമ്പരങ്ങൾ മാറുന്നില്ല എങ്കിൽ, സഹോദരങ്ങളെ, നല്ലൊരു ശതമാനം പേരും എത്തുന്ന ഒരു വിലയിരുത്തലുണ്ട്. നല്ലൊരു ശതമാനം പേരും എത്തുന്ന ഒരു വിലയിരുത്തൽ. ഒന്നുകിൽ ഇങ്ങനെ ചിന്തിക്കും, ധ്യാനം ശരിയായില്ല, പോട്ടയിലെ ധ്യാനം ശരിയായില്ല, അടുത്ത ധ്യാനം അട്ടപ്പാടി പോയി കൂടാം, അവിടെ പോയിട്ടും ഇത് മാറിക്കിട്ടുന്നില്ലേ, അണക്കരയ്ക്ക് പോകാം. ധ്യാനം കൂടി പ്രാർത്ഥിച്ചു, വേദനകൾ മാറുന്നില്ല, പ്രശ്നങ്ങൾ തീരുന്നില്ല. നല്ലൊരു ശതമാനം പേരും എത്തിച്ചേരുന്നൊരു നിഗമനം ഇതാണ്, ധ്യാനം ശരിയായിട്ടില്ല. അല്ല എങ്കിൽ എത്തിച്ചേരുന്ന വേറൊരു നിഗമനം, എന്തൊക്കെയോ ബന്ധനമുണ്ട്, തടസ്സമുണ്ട്, എന്തോ ശാപബന്ധനങ്ങൾ മാറിപ്പോകാതെ കിടപ്പുണ്ട്, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ. ഇതുമല്ലെങ്കിൽ എത്തിച്ചേരുന്ന വേറൊരു നിഗമനം, ദൈവം എന്നെ കൈവിട്ടു, ദൈവം കൈവിട്ടിരിക്കുന്നു. സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള ചിന്തകളിലേക്ക് ഒരുപാട് പേര് പോകുന്നല്ലോ എന്നൊരു സങ്കടം. ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുന്ന ശുശ്രൂഷയിൽ മുന്നോട്ട് പോകുമ്പം ആ ഒരു സങ്കടം എൻ്റെ ഉള്ളിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതിനെ മറികടന്നിട്ട് ഞാൻ ധ്യാനം കൂടിയിട്ടും, ഞാൻ പ്രാർത്ഥിച്ചിട്ടും, വിശുദ്ധ ജീവിതം ഞാൻ നയിച്ചിട്ടും ഈ രോഗം മാറുന്നില്ലെങ്കിൽ, ഈ സങ്കടം മാറുന്നില്ലെങ്കിൽ, ഈ നൊമ്പരം മാറുന്നില്ലെങ്കിൽ, ദൈവത്തിനൊരു പദ്ധതി അവിടെയുണ്ട്, ദൈവത്തിൻ്റെ ഒരു കരം ഇവിടെയുണ്ട്. ഇതും ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. ഇതെൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ്, എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ്. ഈ കുരിശിലൂടെ ഞാൻ എൻ്റെ ഈശോയോട് ഒന്നാകുന്ന അനുഭവമാണ്. ഈ രക്ഷാകര ചിന്തയിലോട്ട് വരുന്ന വിശ്വാസികൾ ഇന്ന് കുറഞ്ഞു വരുന്നു എന്നൊരു സങ്കടം നിങ്ങളുടെ മുമ്പിൽ ഞാൻ പങ്കുവെക്കുമ്പം എന്നോട് നിങ്ങൾക്ക് വിഷമം തോന്നരുത്, എന്നോട് നിങ്ങൾക്ക് വിഷമം തോന്നരുത്. ഈ ഒരു രീതിയിൽ ജീവിത നൊമ്പരങ്ങളെ എടുക്കുന്നവരുടെ എണ്ണം ഇന്ന് കുറഞ്ഞു വരുന്നു. ധ്യാനങ്ങൾ ഇന്ന് ഒരുപാടുണ്ട്, ധ്യാന കേന്ദ്രങ്ങൾ ഇന്ന് ഒരുപാടുണ്ട്, കൺവെൻഷനുകൾ ഇന്ന് ഒരുപാട് നടക്കുന്നുണ്ട്. ഇതൊക്കെ കൂടി വരുമ്പോഴും ജീവിതത്തിൻ്റെ ക്ലേശങ്ങളിലും കുരിശുകളിലും രക്ഷാകരമായൊരു വശമുണ്ട്. അതുവഴി ഞാൻ എൻ്റെ ഈശോയോട് ഐക്യപ്പെടുകയാണ്. ഈ അനുഭവത്തിലോട്ടും ആത്മീയ ബോധ്യത്തിലോട്ടും വന്ന് പരാതികൾ പറയാതെ, പരിഭവങ്ങൾ പറയാതെ കുരിശുകളെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്ന എത്ര പേര് നമുക്കൊക്കെ ഇടയിലുണ്ടാകും. സഹോദരങ്ങളെ, പരാതി പറയാതെ, പരിഭവപ്പെടാതെ, ഈശോ നീ അനുവദിക്കുന്ന കുരിശ്, ഞാൻ വിശുദ്ധിയോടെ ജീവിച്ചിട്ടും, ഞാൻ പ്രാർത്ഥിച്ചിട്ടും, ഈ വിട്ടുമാറാത്ത നൊമ്പരങ്ങൾ, ഈ മാറിക്കിട്ടാത്ത സഹനങ്ങൾ ഞാനിത് പരാതി കൂടാതെ സ്വീകരിക്കുമ്പം ഈ കുരിശിലൂടെ നിനക്കൊരു കൃപയൊഴുക്കാനുണ്ട് എൻ്റെ കുടുംബത്തിലോട്ട്. ഈ കുരിശിലൂടെ നിനക്കെൻ്റെ കുഞ്ഞുങ്ങളെ വിശുദ്ധീകരിക്കാനുണ്ട്. ഈ കുരിശിലൂടെ ഇന്ന തടസ്സങ്ങൾ നിനക്ക് മാറ്റിത്തരാനുണ്ട്. ഈ ഒരു ആത്മീയ ചിന്ത നിങ്ങൾ വളർത്തിക്കൊണ്ടുവരണമെന്ന് ഞാൻ വളരെ സ്നേഹത്തോടെ എൻ്റെ മാതാപിതാക്കളോടും എൻ്റെ സഹോദരങ്ങളോടും ഞാൻ അപേക്ഷിക്കുകയാണ്. പരാതി പറയാതെ, പരിഭവങ്ങൾ പറയാതെ, ദൈവം കൈവിട്ടല്ലോ എന്ന നിഷേധാത്മകമായ ചിന്തയിലോട്ട് പോകാതെ,
ജീവിത ക്ലേശങ്ങളെയും കുരിശുകളെയും സ്വീകരിക്കാൻ പറ്റണം സഹോദരങ്ങളെ നമുക്ക്. ഞാനിത് പറഞ്ഞു തരാൻ വേണ്ടി ചിന്തിച്ചപ്പം എൻ്റെ മനസ്സിലൂടെ ഇന്ന് പോയൊരു തിരുവചനം, യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിലെ 25-ാമത്തെ തിരുവചനം. നമ്മുടെ കർത്താവ് കുരിശിൽ പിടഞ്ഞു മരിക്കുന്ന നിമിഷമാണ് അവിടെയുള്ളത്. മാറി നിന്ന് യോഹന്നാൻ അത് കാണുകയാണ്. ഈ കുരിശിന്റെ ചുവട്ടിൽ നിന്ന് ഈശോയുടെ അന്ത്യമണിക്കൂർ കാണുന്ന യോഹന്നാൻ ആ നിമിഷങ്ങളെക്കുറിച്ച് എഴുതുന്ന കൂട്ടത്തിൽ എഴുതി വച്ചിരിക്കുന്ന ഒരു വാചകം ഇങ്ങനെ കൂടിയാണ്: അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലയോഫാസിന്റെ ഭാര്യ മറിയവും മഗ്ദലനയിലെ മറിയവും ശാന്തമായി ആ കുരിശിന്റെ ചുവട്ടിൽ നിന്നിരുന്നു. ആ ശാന്തത, ആ നിശബ്ദത, പരാതിയില്ല അവർക്ക്, പരിഭവങ്ങളില്ല അവർക്ക്. തങ്ങളുടെ എല്ലാം ആയവൻ ഈ കുരിശിൽ പിടഞ്ഞു മരിക്കുമ്പോഴും ആ കുരിശിന്റെ പിന്നിൽ ദൈവത്തിൻ്റെ ഒരു കരമുണ്ട്. ഈ കുരിശിന്റെ പിന്നിൽ ദൈവം മറഞ്ഞിരിപ്പുണ്ട്. ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ ചിന്തയോടെ, പ്രത്യാശയോടെ, ശാന്തമായി കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുന്ന 4 ജീവിതങ്ങൾ യോഹന്നാൻ എഴുതി വെക്കുന്നു നമുക്ക് മുൻപിൽ. ഈ ശാന്തത, ഈ നിശബ്ദത, ഈ പ്രത്യാശ സഹോദരങ്ങളെ നിങ്ങളും ഞാനും സ്വന്തമാക്കണം. ആത്മീയ വഴികളിൽ ജീവിത തകർച്ചകളുടെ മുൻപിൽ ശാന്തമായി നിൽക്കാൻ, പതറാതെ നിൽക്കാൻ, തളരാതെ നിൽക്കാൻ, ചോദ്യങ്ങൾ ദൈവത്തോട് ചോദിക്കാതിരിക്കാൻ, ദൈവത്തിൻ്റെ ഒരു കരമുണ്ടിവിടെ എന്ന് തിരിച്ചറിയാൻ, ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി നമുക്ക് ഇന്ന് പ്രത്യേകമായിട്ട് അവസാന ദിവസം പ്രാർത്ഥിക്കാം സഹോദരങ്ങളെ. ഞാൻ എൻ്റെ സഹോദരങ്ങളോട് ചോദിക്കട്ടെ, പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സ്നേഹത്തെയും പരിപാലനയെയും ചോദ്യം ചെയ്യാൻ, സംശയിക്കാൻ ഒരു 100 കാരണങ്ങൾ മുമ്പിൽ വന്നാലും, ഒരു 100 കാരണങ്ങൾ മുമ്പിൽ വന്നാലും എൻ്റെ ദൈവം എന്നെ കൈവിടില്ല, എൻ്റെ കുഞ്ഞുങ്ങളെ കൈവിടില്ല, എൻ്റെ കുടുംബത്തെ കൈവിടില്ല. എനിക്കൊരു ബോധ്യമുണ്ട്, ഞാൻ ദൈവത്തിൻ്റെ വഴിയിലൂടെയാണ് നടക്കുന്നത്. ആ ദൈവം എന്നെ കൈവിടില്ല. ഈ ചിന്തയോടും വിശ്വാസത്തോടും കൂടി മുന്നോട്ട് നീങ്ങാൻ നമ്മിൽ എത്ര പേർക്ക് സാധിക്കുന്നു? എത്ര പേർക്ക് സാധിക്കുന്നു? പൗരസ്ത്യ നാട്ടിൽ ജീവിച്ചൊരു മനുഷ്യനെ കുറിച്ച് വേദപുസ്തകം പറയുന്നുണ്ടല്ലോ നമ്മോട്. ജോബ് എന്ന പേരുള്ളൊരു മനുഷ്യൻ 100 നൊമ്പരങ്ങളിലൂടെ, സഹനങ്ങളിലൂടെ പോകുമ്പോഴും ദൈവത്തെ വിളിച്ച് കരഞ്ഞിട്ടും പ്രാർത്ഥിച്ചിട്ടും ഈ തകർച്ചകളും വേദനകളും രോഗങ്ങളും മാറിപ്പോകാതെ വരുമ്പം ആ മനുഷ്യൻ പറയുന്നൊരു വാക്കുണ്ട്: ദൈവമേ, എൻ്റെ രോഗം മാറിക്കിട്ടുന്നില്ല. കുഷ്ഠം വന്ന് എൻ്റെ അസ്ഥിയിൽ നിന്ന് അഴുകി ഈ മാംസകഷണങ്ങൾ നിലത്ത് വീഴുമ്പോഴും ആ നിലത്ത് വീഴുന്ന മാംസകഷണത്തിലേക്ക് നോക്കിക്കൊണ്ട് ഞാൻ പറയും, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറയൂ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സഹോദരങ്ങളെ, നമുക്ക് ഈ 50 നോമ്പിൻ്റെ ധ്യാനത്തിൻ്റെ അവസാനത്തെ ദിവസം ഏറ്റവും വലിയ പ്രാർത്ഥന ഇതാവട്ടെ: ദൈവമേ, നൊമ്പരങ്ങളും തിക്താനുഭവങ്ങളും കുരിശുകളും തിരസ്കരണങ്ങളും ശൂന്യവൽക്കരണ വഴികളും ഒക്കെ വരുമ്പം പരാതികൾ പറയാതെ, പരിഭവങ്ങൾ പറയാതെ നിന്നോട് ചേർന്ന് നിൽക്കാനും, എൻ്റെ ഇല്ലായ്മകളിലും നൊമ്പരങ്ങളിലും നിന്റെ മുഖം കണ്ട്, നിന്റെ ഒരു കരം കണ്ട് നിന്നോട് ചേർന്ന് നിൽക്കാനും വേണ്ട ഒരു അനുഗ്രഹവും കൃപയും തരണേ. വിശ്വാസ വഴികളിൽ എനിക്കും എൻ്റെ കുടുംബത്തിനും തരണേ ഈ ഒരു കൃപ. പ്രാർത്ഥിക്കൂ എൻ്റെ സഹോദരങ്ങൾ, പ്രാർത്ഥിക്കൂ എൻ്റെ സഹോദരങ്ങൾ. സഹോദരങ്ങളെ, ഞാൻ വേറിട്ടൊരു ചിന്തയാണ് തരുന്നത്. ഇന്ന് എവിടെ ധ്യാനം കൂടാൻ പോയാലും, കൺവെൻഷൻ കൂടാൻ പോയാലും സഹനങ്ങൾ മാറിക്കിട്ടാനും രോഗങ്ങൾ മാറിക്കിട്ടാനുള്ള കാര്യങ്ങളെ നമ്മൾ ഇന്ന് കേൾക്കാറുള്ളൂ. ഇവിടെയാണ് വ്യത്യസ്തമായൊരു ധ്യാന ചിന്തയുമായിട്ട് ഈ രാത്രി നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നത്. ഞാൻ ഇങ്ങനെ ധ്യാനിക്കുന്നു, ചിന്തിക്കുന്നു. നമ്മുടെ ധ്യാനങ്ങളൊക്കെ നമ്മുടെ കുരിശുകളും വേദനകളും ഇറക്കി വെക്കാനുള്ളൊരിടമായിട്ട് കാണാതെ, കുരിശുകളെയും സഹനങ്ങളെയും എങ്ങനെ വഹിക്കണമെന്ന് പഠിക്കാനുള്ള പാഠശാലകളായിട്ട് നമ്മുടെ ധ്യാനങ്ങളും ധ്യാനകേന്ദ്രങ്ങളും തീരണം. അവിടെയാണ് വിശ്വാസ വഴികളിൽ കരുത്തും ബലവും നിങ്ങളും ഞാനും ആർജിക്കുക. വിശ്വാസ വഴികളിൽ അൽഫോൻസാമ്മ, ദൈവത്തിൽ നമ്മളൊക്കെ യഥാർത്ഥത്തിൽ വിശ്വസിച്ചാണോ ജീവിക്കുന്നത്, അതോ അല്ലയോ?
അല്ലെങ്കിൽ ഒരു വ്യക്തി വിശുദ്ധിയിൽ വളർന്നിട്ടുണ്ടോ, പ്രാർത്ഥനാ ചൈതന്യത്തിൽ വളർന്നിട്ടുണ്ടോ ഇല്ലയോ, ഇത് തിരിച്ചറിയാനുള്ള ഒരടയാളമായിട്ട് പറയുന്ന ഒരു ഉദാഹരണം കാക്കയെക്കുറിച്ചും കുയിലിനെ കുറിച്ചുമാണ്. നമ്മുടെ നാടിൻ്റെ ആദ്യത്തെ വിശുദ്ധ പറയുന്ന ഒരടയാളമാണ്. ഒരു വ്യക്തി വിശ്വാസ വഴികളിൽ ആഴപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ, ഒരു വ്യക്തി ക്രൂശിതനായ കർത്താവിനോട് അടുത്തിട്ടുണ്ടോ ഇല്ലയോ, തിരിച്ചറിയാനുള്ള അടയാളം പറയുന്ന കൂട്ടത്തിൽ അൽഫോൻസാമ കൊണ്ടുവരുന്ന ഉദാഹരണം കാക്കയുടെയും കുയിലിൻ്റെയും ഉദാഹരണം. എന്നിട്ട് ഈ ഫ്രാൻസിസ്കൻ കന്യാസ്ത്രീ പറയുകയാണ്, സഹോദരങ്ങളെ, കാക്കയും കുയിലും ഒറ്റ നോട്ടത്തിൽ രണ്ടും ഒരുപോലെ ഇരിക്കും. പക്ഷേ വസന്തകാലം വന്നാൽ കുയില് മനോഹരമായിട്ട് പാടും. വസന്തകാലം വരുമ്പം കുയില് മനോഹരമായിട്ട് പാടും. ആ പാട്ട് കേൾക്കുമ്പം കാക്കയെയും കുയിലിനെയും വേർതിരിച്ചെടുക്കാൻ നമുക്ക് പറ്റും. എന്നിട്ട് പറയും, ജീവിത നൊമ്പരങ്ങൾ വരുമ്പം, വേദനകൾ വരുമ്പം, കുരിശുകളും ക്ലേശങ്ങളും വരുമ്പം പരാതികൾ കൂടാതെ, പരിഭവങ്ങൾ കൂടാതെ അവയെ സ്വീകരിക്കാൻ വെക്കുന്ന ഒരു വ്യക്തി വിശ്വാസ വഴികളിൽ ആഴപ്പെട്ട ഒരു വ്യക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു പേരാണോ ആവോ, ഇങ്ങനെ ഒരു വിശുദ്ധയുണ്ട് കത്തോലിക്ക തിരുസഭയിൽ. ജോസഫൈൻ ബക്കീത എന്നൊരു വിശുദ്ധയുണ്ട്. ആഫ്രിക്കൻ രാജ്യമായ സുഡാനിൽ നിന്നുള്ള വിശുദ്ധയാണ്. ഒരു വിശുദ്ധയേ ഉള്ളൂ ആ രാജ്യത്ത് നിന്ന്. 2000 ആണ്ട് മഹാജൂബിലി വർഷം ജോൺ ബോൾ മാർപ്പാപ്പ വിശുദ്ധയായിട്ട് പേര് വിളിച്ചതാണ് ഈ ബക്കീത എന്ന ഈ ആഫ്രിക്കക്കാരിയെ, ജോസഫൈൻ ബക്കീത. എവിടുന്നെങ്കിലും ആ ജീവിതം ഒന്ന് വായിക്കാൻ കിട്ടിയാൽ വായിക്കണം. സഹോദരങ്ങളെ, ഞാൻ ഈ വിശുദ്ധയെക്കുറിച്ച് ആദ്യമായിട്ട് വായിക്കുന്നത് 2007 നമ്മുടെ പ്രിയപ്പെട്ട ബെനഡിക്റ്റ് മാർപ്പാപ്പ പ്രത്യാശയിൽ രക്ഷ എന്നൊരു പ്രബോധനം എഴുതിയിട്ടുണ്ട്. പ്രത്യാശയിൽ രക്ഷ. ആ പ്രബോധനത്തിൻ്റെ, ആ ചാക്രിക ലേഖനത്തിൻ്റെ ആദ്യ ഭാഗത്ത് ഈ വിശുദ്ധയെക്കുറിച്ചാണ് ബെനഡിക്റ്റ് മാർപ്പാപ്പ പരാമർശിക്കുന്നത്. 1 മിനിറ്റ് കൊണ്ട് ചുരുക്കുന്നു. സുഡാനിലെ ഒരു ഗോത്രവർഗ കുടുംബത്തിൽ പിറക്കുന്ന പെൺകുട്ടി ബക്കീത. 9ാമത്തെ വയസ്സ് പ്രായമാകുമ്പം മാതാപിതാക്കന്മാര് പണിക്ക് പോയ നേരം അടിമക്കച്ചവടക്കാരി കുടില് കൊള്ളയടിച്ച് പെൺകുട്ടിയെ തട്ടിയെടുക്കുന്നു. അടിമച്ചന്തയിൽ കൊച്ചു ബക്കീത വിൽപ്പനയ്ക്ക് വേണ്ടി ആ ബക്കീതയെ വെച്ചിരിക്കുന്നു. മൃഗങ്ങളെക്കാൾ ക്രൂരതയുള്ള മനുഷ്യർ ഈ 9 വയസ്സ് പ്രായമുള്ള പെങ്കൊച്ചിനെ അടിമച്ചന്തയിൽ കാണുമ്പം കാശ് കൊടുത്ത പെങ്കൊച്ചിനെ വാങ്ങിച്ചെടുക്കുന്നു. ദ്രോഹിക്കാവുന്നത്രയും കൊച്ചു ബക്കീതയെ ഈ സുഡാൻകാരി പെങ്കൊച്ചിനെ ദ്രോഹിച്ചു. ആദ്യമേ വാങ്ങിച്ചവരുടെ ആവശ്യങ്ങൾ കഴിയുമ്പം അടുത്ത അടിമച്ചന്തയിൽ വിൽപ്പനയ്ക്ക് വേണ്ടി വെച്ചു, കിട്ടുന്ന വിലയ്ക്ക് വിൽക്കാൻ. തങ്ങളുടെ കാര്യം കഴിഞ്ഞു, ഇനി കിട്ടുന്നത് ലാഭം. ആ കിട്ടുന്ന വിലയ്ക്ക് വിൽക്കാനോ കൊച്ചിനെ അടുത്ത അടിമച്ചന്തയിൽ. മാർപ്പാപ്പ എഴുതും ഈ സഭയുടെ പ്രബോധനത്തിൽ, 13ാമത്തെ വയസ്സിൽ ഈ ബക്കീത 5ാമത്തെ അടിമച്ചന്തയിൽ വിൽപ്പനയ്ക്ക് എത്തിയിരിക്കുന്നു. 5ാമത്തെ അടിമച്ചന്തയിൽ ബെനഡിക്റ്റ് മാർപ്പാപ്പ എഴുതുകയാണ്, ഈ 5ാം അടിമച്ചന്തയിൽ ഈ കൊച്ചു ബക്കീത വിൽപ്പനയ്ക്കെത്തുമ്പം അവളുടെ ആ ശരീരത്തിൽ 140-ലേറെ മുറിവേറ്റ് കരിവാളിച്ചു കിടക്കുന്ന പാടുകൾ. മനുഷ്യന്റെ ക്രൂരതയുടെ എത്ര മായ്ച്ചു കളഞ്ഞാലും മാഞ്ഞു പോകാത്ത പാടുകളാണിത് മാതാപിതാക്കളെ, സഹോദരങ്ങളെ. 140-ലേറെ മുറിവേറ്റ പാടുകൾ. ഈ അടിമച്ചന്തയിൽ, 5ാമത്തെ അടിമച്ചന്തയിൽ ഈ 13 വയസ്സുള്ള കൊച്ചിരിക്കുമ്പം അവളുടെ ആ നിസ്സഹായത കണ്ട്, നിഷ്കളങ്കത കണ്ട്, ആഫ്രിക്കയിലെ കച്ചവടത്തിന് പോയ ഒരു ഇറ്റാലിയൻ കത്തോലിക്ക കുടുംബനാഥൻ ആ കച്ചവടത്തിൽ നിന്ന് കിട്ടിയ ലാഭം മുഴുവനും കൊടുത്ത് ഈ കൊച്ചിനെ വാങ്ങിച്ചെടുക്കുന്നു. ഇനി ബക്കീതയുടെ വാക്കുകളിൽ ഞാൻ സംസാരിക്കാം. അവൾ പറയും, എന്നെ വാങ്ങിച്ച 5ാമത്തെ യജമാനൻ ആദ്യ 4 പേരെ പോലെ എന്നെ ദ്രോഹിക്കാൻ വേണ്ടി ആയിരുന്നില്ല. അത് എന്നെ ഇറ്റലിയിലേക്ക് കൊണ്ടുപോയി ഇറ്റാലിയൻ തീരത്തുള്ള വെനീസ് പട്ടണത്തിൽ നിന്നുള്ളൊരു മനുഷ്യൻ. വെനീസിലെ ആ കുടുംബത്തിൽ ഞാൻ എത്തുമ്പം, കത്തോലിക്ക കുടുംബത്തിൽ എത്തുമ്പം ഞാൻ മനസ്സിലാക്കുന്നു, 2 പെൺകുട്ടികൾ ആ കുടുംബത്തിലുണ്ട്. ദൈവം തന്ന 3ാമത്തെ മകളെ പോലെ സ്നേഹത്തോടെ, വാത്സല്യത്തോടെ എന്നെ സ്നേഹിച്ചു വളർത്തിയ അപ്പനും അമ്മയും ആ കുടുംബത്തിൽ. ഈ ബക്കീത എഴുതും, മാതാപിതാക്കന്മാരുടെ സ്നേഹം എന്തെന്ന് ഞാൻ അറിഞ്ഞു ആ കുടുംബത്തിൽ നിന്ന്.
യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ ഞാൻ ആ കത്തോലിക്ക കുടുംബത്തിൽ വെച്ച് പഠിച്ചു. ക്രിസ്ത്യാനിയുടെ വിശുദ്ധ ഗ്രന്ഥം ബൈബിൾ എൻ്റെ കൈകളിൽ കിട്ടി. ഞാനതെടുത്ത് വായിച്ചു. ക്രിസ്ത്യാനിയുടെ ദൈവം തൻ്റെ പ്രിയ മകൻ കുരിശിൽ പെടഞ്ഞ് മരിച്ചപ്പം ആ കുരിശിനോട് ചേർന്ന് നിന്ന ഒരു ദൈവമായിരുന്നുവെന്ന് ഞാൻ ആ കുടുംബത്തിൽ നിന്ന് പഠിച്ചു. സഹോദരങ്ങളെ, 21-ാമത്തെ വയസ്സിൽ ഈ ആഫ്രിക്കക്കാരി ഗോത്രവർഗക്കാരി പെൺകുട്ടി മാമോദീസ മുങ്ങുമ്പം മാമോദീസ മുക്കാൻ വേണ്ടി വെനീസിലെ കർദിനാള് ചെന്നു. വെനീസിലെ കർദിനാളി ബക്കീതയെ മാമോദീസ മുക്കുമ്പോൾ ഇട്ടുകൊടുക്കുന്ന കത്തോലിക്ക നാമമാണ് ജോസഫൈൻ. 29-ാമത്തെ വയസ്സിൽ ബക്കീത ഒരു കനോസിയൻ കന്യാസ്ത്രീയായി. 49 കൊല്ലങ്ങൾ ക്രിസ്തുവിന്റെ മണവാട്ടിയായിട്ട് അവൾ ജീവിച്ചു. കടന്നു ചെല്ലുന്ന ഇടങ്ങളിലൊക്കെ ദൈവത്തിന്റെ സ്നേഹവും കരുതലും അവൾ പങ്കുവച്ചു. അവൾ എവിടെ ചെന്നാലും ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ചും പരിപാലനയെക്കുറിച്ചും പഠിപ്പിക്കുമ്പം പറഞ്ഞുകൊടുത്തിരുന്നൊരു വചനമുണ്ട്. 23-ാം സങ്കീർത്തനത്തിന്റെ ആദ്യത്തെ വചനങ്ങൾ പറയാൻ നിങ്ങൾക്കും കിട്ടും. എങ്ങനെയാണ് ആ വചനം? കർത്താവന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും പച്ചപിടിച്ച പുൽമേട്ടിലേക്ക്, പ്രശാന്തമായ ജലാശയത്തിലേക്ക്. അത് കഴിഞ്ഞിങ്ങനെയും ഒരു വചനമുണ്ട്. ആ വചനവും കൂടി ബക്കീത എവിടെയും പറഞ്ഞു കൊടുത്തിരുന്നു. മരണത്തിന്റെ നിഴല് വീണ താഴ്വരയിലൂടെ എൻ്റെ ദൈവം എന്നെ കൊണ്ടുപോയാലും ഞാൻ ഭയപ്പെടില്ല, കാരണം എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. ഇത് പറഞ്ഞിട്ട് ഈ കന്യാസ്ത്രീ പഠിപ്പിക്കും, പറഞ്ഞു കൊടുക്കും. ദൈവമായ കർത്താവ് ഒരിടയനെ പോലെ എന്നെയും നിങ്ങളെയും സ്നേഹിച്ച് കൂടെ നിൽക്കുമ്പം അവൻ്റെ പ്രിയപ്പെട്ട ഒരു കുടുംബം പോലെ എൻ്റെയും നിങ്ങളുടെയും കുടുംബത്തെ അവൻ കണ്ട് നമ്മുടെ കുടുംബത്തെ മുന്നോട്ട് നയിക്കുമ്പം എല്ലായ്പ്പോഴും പച്ചപ്പുള്ള ജലാശയവും പച്ചപ്പുള്ള പുൽത്തകടിയും വെള്ളം കിടക്കുന്ന ജലാശയവും ആകില്ല നമ്മുടെ മുമ്പിൽ. ദൈവമായ കർത്താവ് നമ്മുടെ കൂടെ നിൽക്കുമ്പം മരണത്തിന്റെ നിഴല് വീണ താഴ്വരയിലൂടെയും നിങ്ങളും ഞാനും നടക്കേണ്ടി വരും. അവിടെയും പതറരുത്, തളരരുത്, കാരണം എൻ്റെ ദൈവം ഒരിടയനെ പോലെ എൻ്റെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. വലതുകരം ഒന്ന് ഉയർത്തി ഹല്ലേലൂയ, സ്വരം ഉയർത്തി പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് ഏറ്റുചൊല്ലി ഒന്ന് പ്രാർത്ഥിച്ചേ, കർത്താവായ ഈശോയെ. എല്ലാവരും കൂടി പ്രാർത്ഥിച്ചോ, കർത്താവായ ഈശോയെ, മരണത്തിൻ്റെ നിഴല് വീണ താഴ്വരയിലൂടെ ഞാനും എൻ്റെ കുടുംബവും കടന്നു പോകുമ്പോഴും നിന്റെ പരിപാലനയെ സംശയിക്കാതെ നീ കൂടെയുണ്ട്. നീ അറിയാതെ ഒന്നും വരുന്നില്ല. എൻ്റെ വേദനകളിൽ, എൻ്റെ സഹനങ്ങളിൽ ഒരു രക്ഷയുണ്ട്, അനുഗ്രഹമുണ്ട്. ദൈവമേ, നിന്റെ കരവുണ്ട്. ദൈവമേ, നിന്റെ ഒരു പദ്ധതിയുണ്ട്. ഈ വിശ്വാസത്തിൽ ജീവിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഹല്ലേലൂയ. സ്വരം ഉയർത്തി ഹല്ലേലൂയ. വീണ്ടും സ്വരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരങ്ങളെ, നമ്മുടെ നാടിൻ്റെ ആദ്യത്തെ വിശുദ്ധ അൽഫോൻസാമ 36 കൊല്ലമേ ജീവിച്ചുള്ളൂ ഈ ഭൂമിയിൽ. നമ്മുടെ നാട്ടിൽ വിശുദ്ധയായി ദൈവത്തിൻ്റെ മുഖം സ്വർഗത്തിൽ കണ്ടിരിക്കുന്നു, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ നമുക്ക് വിശ്വസിക്കാം. ഞാൻ ചോദിക്കുമ്പോൾ ഒറ്റ വാക്കിൽ എനിക്ക് ഉത്തരം തരണം. അൽഫോൻസയുടെ വിശുദ്ധി എന്താ എന്ന് ചോദിച്ചാൽ തരുന്ന ഉത്തരം എന്താണ്? ആ സഹനം രക്ഷാകരമായിട്ട് അതിനെ കണ്ടു. തൻ്റെ രോഗങ്ങളും വേദനകളും നൊമ്പരങ്ങളും ദൈവം വെച്ചു നീട്ടുന്ന സമ്മാനം പോലെ കണ്ടവൾ സ്വീകരിച്ചു. വേറെ പരിചയമുള്ളൊരു വിശുദ്ധ കൊച്ചു ത്രേസ്യ പുണ്യവതി 24 കൊല്ലമേ ജീവിച്ചുള്ളൂ. ഒറ്റവാക്കിൽ ഉത്തരം തന്നെ. എന്താണ് ഈ കർമ്മലീത്ത കന്യകയുടെ 24-ാമത്തെ വയസ്സിൽ മരിച്ചു പോകുന്ന ഈ കർമ്മലീത്ത കന്യകയുടെ ജീവിതത്തിന്റെ വിശുദ്ധി എന്താ എന്ന് ചോദിച്ചാൽ വീണ്ടും നിങ്ങൾ തരും ഉത്തരം. എന്താ ഉത്തരം? സഹനം, വേദനകളും രോഗങ്ങളും ആ കർമ്മലീത്ത മഠത്തിന്റെ മതിൽക്കെട്ടിന്റെ ഉള്ളിൽ പരാതികളില്ലാതെ, പരിഭവങ്ങളില്ലാതെ ഇവള് സ്വീകരിച്ചു. ദൈവം തരുന്ന സമ്മാനങ്ങളായി കണ്ട് സ്വീകരിച്ചു. സഹോദരങ്ങളെ, 24 വയസ്സിൽ മരിച്ച ഈ കർമ്മലീത്ത കന്യകയെ കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്. 36-ാമത്തെ വയസ്സിൽ മരിക്കുന്ന നമ്മുടെ നാടിന്റെ വിശുദ്ധി ഫ്രാൻസിസ്കൻ കന്യകയെ കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ രാത്രി ഞാൻ ഈ അങ്കമാലിയിൽ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഒരു കാര്യം പറയുന്നു. അംഗീകരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് നിങ്ങൾ എനിക്ക് ഉത്തരം തന്നെ. ഞാൻ പറയുകയാണ്, ഈ 24 കൊല്ലം ഈ കൊച്ചു ത്രേസ്യ സഹിച്ച സഹനങ്ങൾ, 36 കൊല്ലം ഈ അൽഫോൻസ് സഹിച്ച സഹനങ്ങൾ,
അതിനേക്കാൾ അനേക മടങ്ങ് വേദനകളിലൂടെ, കുരിശുകളിലൂടെ, സഹനങ്ങളിലൂടെ, നൊമ്പരങ്ങളിലൂടെ കടന്നു പോകുന്നവർ നമ്മുടെ ഇടയിലുണ്ട്, നമ്മുടെ കുടുംബത്തിലുണ്ട്, നമ്മുടെ ഇടവകയിലുണ്ട്. ഇവിടെ ഇരുന്ന് ഈ വചനം കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ പോലും ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ അംഗീകരിക്കോ ഇല്ലയോ? അംഗീകരിക്കോ ഇല്ലയോ? അംഗീകരിക്കോ ഇല്ലയോ? അംഗീകരിക്കോ ഇല്ലയോ? അംഗീകരിക്കും. നല്ല ശതമാനം പേരും തന്ന മറുപടി അംഗീകരിക്കൂ എന്നാണ്. അംഗീകരിക്കുമെന്ന് മറുപടി പറഞ്ഞ ഒരു കൈപൊക്കി കാണിച്ചേ, കാണട്ടെ. ഒട്ടുമിക്കവാറും പേര് കൈതാത്തിക്കോ. ഞാൻ ഉന്നയിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇവിടെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമുണ്ട് ഈ രാത്രി, നിങ്ങളും ഞാനും. എന്നിട്ടും എന്തുകൊണ്ട് നിങ്ങളും ഞാനും വിശുദ്ധരാകുന്നില്ല? നിങ്ങളിലെ ബഹുഭൂരിപക്ഷം പേരും കൈപൊക്കി കാണിച്ചു. അൽഫോൻസ 36 കൊല്ലം ജീവിച്ചപ്പം സഹിച്ച സഹനങ്ങൾ, 24 കൊല്ലം ഈ കർമ്മലീത്ത കന്യക ജീവിച്ചപ്പം സഹിച്ച സഹനങ്ങൾ, അതിനേക്കാൾ അനേക മടങ്ങ് ഞാൻ സഹിക്കുന്നു, വേദനകളിലൂടെ കടന്നു പോകുന്നു. കൈപൊക്കി കാണിച്ചു. നിങ്ങളോടാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യം. എന്നിട്ടും എന്തുകൊണ്ട് നിങ്ങളും ഞാനും വിശുദ്ധരാകുന്നില്ല സഹോദരങ്ങളെ? ദൈവത്തിന്റെ കരം നമ്മുടെ വേദനകളിൽ, കുരിശുകളിൽ, നൊമ്പരങ്ങളിൽ, ശൂന്യവൽക്കരണ നിമിഷങ്ങളിൽ കണ്ട് പരാതികളില്ലാതെ, പരിഭവങ്ങളില്ലാതെ സ്വീകരിക്കുന്നിടത്ത് നിങ്ങളും ഞാനും പരാജയപ്പെട്ടു പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഈ ധ്യാനത്തിൽ കുറച്ചെങ്കിലും സാധിക്കണം സഹോദരങ്ങളെ. നമുക്കങ്ങനെ തുടങ്ങാം. ദൈവമേ, എന്തെല്ലാം വേദനകളും പ്രയാസങ്ങളും വന്നാലും അതിൽ നീ ഒരു അനുഗ്രഹം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. എൻ്റെ ഈ സഹനത്തിലൂടെയാകും ഒരുപക്ഷെ എൻ്റെ കൊച്ചിനെ നീ വിശുദ്ധീകരിക്കുന്നത്, എൻ്റെ ഇടവകയെ നീ വിശുദ്ധീകരിക്കുന്നത്. നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഈ ഞങ്ങളെപ്പോലെയുള്ള അച്ഛന്മാരെ വിശുദ്ധീകരിക്കാനും നിങ്ങളുടെ സഹനങ്ങളിലൂടെ ദൈവം ഇടപെടും. ഈ ലോകത്തിൻ്റെ വിശുദ്ധീകരണം ദൈവം ഇടപെടും. പരാതികളോ പരിഭവങ്ങളോ ഇല്ലാതെ ജീവിത ക്ലേശങ്ങളെ ഞാൻ എടുക്കും. ഒരിക്കലും നീ എന്നെ കൈവിട്ടു എന്നൊരു ചിന്ത, നെഗറ്റീവായൊരു ചിന്ത, നിരാശയിലോട്ട് പോകുന്നൊരു ചിന്ത ഒരിക്കലും എൻ്റെ സഹനങ്ങളുടെ ആ ഇടയിൽ ഞാൻ എൻ്റെ മനസ്സിൽ കൊണ്ടുവരില്ല. ഒരു തീർച്ച, ഒരു തീരുമാനം നമുക്ക് ഈ ധ്യാനത്തിൽ എടുക്കാം സഹോദരങ്ങളെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാനിത് പറഞ്ഞിട്ട് ഇതിൻ്റെ അവസാന ഭാഗത്തോട്ട് വരുമ്പോൾ നല്ലൊരു വചനവും കൂടി പഠിപ്പിച്ചു തരാം ഞാൻ. കൊളോസൂസ് ലേഖനം 1-ാം അധ്യായം 24-ാമത്തെ വചനം. കൊളോസൂസ് 1:24. പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു നല്ല ആത്മീയ ചിന്തയുണ്ട് ഇവിടെ. പൗലോസ് പറയും, സഭയാകുന്ന ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എൻ്റെ ശരീരത്തിൻ്റെ സഹനത്തിലൂടെ ഞാൻ നികത്തുന്നു. ഒന്നുകൂടി ശ്രദ്ധിച്ച് കേൾക്കണേ, എങ്കിലേ ധ്യാനിക്കാൻ കിട്ടൂ, മനസ്സിലാക്കാൻ പറ്റൂ. സഭയാകുന്ന ശരീരത്തെ പ്രതി ക്രിസ്തുവിന് കുരിശിൽ സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ്. ന്യായമായിട്ടും ഒരു ചോദ്യം നമുക്ക് ചോദിക്കാനുണ്ട്. ഈശോയുടെ സഹനത്തിന് എന്തെങ്കിലും കുറവുണ്ടോ? ഒരു കുറവുമില്ല, ഒരു കുറവുമില്ല. ഈ ലോകത്തെ മുഴുവനും വീണ്ടെടുക്കാനുള്ള യോഗ്യത യേശുവിൻ്റെ കുരിശിനുണ്ട്, ആ കുരിശിലെ സഹനത്തിനുണ്ട്. പിന്നെയും എന്തുകൊണ്ട് ഈ ദൈവത്തിൻ്റെ ദാസൻ ഇങ്ങനെ എഴുതുന്നു, ഇങ്ങനെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു? ആ സഹനത്തിൻ്റെ കുറവ് എന്താകും സഹോദരങ്ങളെ? കുറവ് ഈ ലോകത്തിൻ്റെ മുഴുവനും വീണ്ടെടുപ്പിന് വേണ്ടി ഈശോ കുരിശിൽ മരിച്ചിട്ട് ഇനിയും ആ രക്ഷയുടെ അനുഭവത്തിലോട്ടും വിശുദ്ധീകരണത്തിലോട്ടും വരാത്ത എത്രയോ പേര് നമുക്ക് ചുറ്റിലും ജീവിക്കുന്നു. ദൈവനിഷേധികളായി ജീവിക്കുന്നവർ, കൂദാശകൾ സ്വീകരിക്കാതെ നടക്കുന്നവർ, പാപത്തിൻ്റെയും ജഡിക തിന്മകളുടെയും മദ്യപാനത്തിൻ്റെയും അടിമകളായി ജീവിക്കുന്നവർ നമ്മുടെ ഇടവകയിൽ എത്രയോ പേരുണ്ട്, ഈ നാട്ടിൽ എത്രയോ പേരുണ്ട്. എന്തിന് നമ്മുടെ കുടുംബത്തിൽ പോലും ദൈവചിന്തയില്ലാതെ ജീവിക്കുന്ന യേശുവിൻ്റെ രക്ഷാനുഭവത്തിലോട്ട് വരാൻ ഇനിയും എത്രയോ പേരുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ഈശോയുടെ കുരിശിന്റെ ആ രക്ഷാകര അനുഭവത്തിലോട്ട്, ഈ രക്ഷയിൽ നിന്ന് അകന്നു ജീവിക്കുന്നവർ ഇനിയും വരാൻ എൻ്റെ ശരീരത്തിൻ്റെ സഹനങ്ങളും വേദനകളും യേശുവിൻ്റെ കുരിശിനോട് ചേർത്ത് കാഴ്ചവെച്ചാൽ അതുവഴി നിങ്ങൾക്കും എനിക്കും സാധിക്കും. ഒന്ന് കൈയടിച്ച് നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം. കൈയടിച്ച് ഈ 50 നോമ്പിലെ ധ്യാനം നാം പഠിക്കുന്നത് ഇങ്ങനെയുള്ള ചിന്തകൾ.
നമ്മുടെ കർത്താവിന്റെ കുരിശിലെ രക്ഷയിലേക്ക്, വിശുദ്ധിയിലോട്ട് വരാത്ത മക്കൾ നമ്മുടെ കുടുംബത്തിലുണ്ട്, നമ്മുടെ ഇടവകയിലുണ്ട്, ഈ നാട്ടിലുണ്ട്, ഈ ലോകത്ത് ഒരുപാട് പേരുണ്ട്. അവരിനിയും കുരിശിൽ ഈശോ നേടിയെടുത്ത രക്ഷയുടെ അനുഭവത്തിലോട്ട് എത്താൻ എൻ്റെ വേദനകളും സഹനങ്ങളും ഈശോയുടെ കുരിശിനോട് ചേർത്ത് വെച്ചാൽ അതുവഴി എനിക്ക് സാധിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ ഓർമ്മയിലൊരു ധ്യാനമുണ്ട് സഹോദരങ്ങളെ. തലശ്ശേരി രൂപതയിലെ പേരാവൂർ ഇടവകയിൽ കൊല്ലങ്ങൾക്ക് മുൻപ് നടത്തിയൊരു പോപ്പുലർ മിഷൻ ധ്യാനം. ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ ആദ്യ ദിവസം ശ്രദ്ധിച്ച ഒരമ്മ, ജാഥയായിട്ടൊക്കെ ധ്യാനത്തിന് വരുമ്പോൾ വളരെ പിന്നിൽ നടന്നു വരുന്ന ഒരമ്മ, കൂന് വന്നൊരമ്മ, വടികുത്തി പിടിച്ചു വരുമ്പോഴും അമ്മച്ചിയുടെ കൂന് തലയങ്ങ് കൂനി മുട്ടോളം കൂനി നിൽക്കുന്ന ഒരമ്മ, മുട്ടോളം തല എത്തി നിൽക്കുന്ന ഒരമ്മ, പേരാവൂർ ഇടവകയിൽ കൊല്ലങ്ങൾക്ക് മുമ്പ്. ഞാൻ ആ ആദ്യ ദിവസത്തെ ധ്യാനം കഴിയുമ്പം ഞാൻ പിന്നിൽ ഈ അമ്മ ഇരുന്നിടത്ത് നിന്ന് ഞാൻ ചോദിക്കുന്ന, അമ്മച്ചി എന്ത് പറ്റിയതായത്? അമ്മച്ചി പറഞ്ഞു വെച്ചാൽ ഇങ്ങനെ വന്നതാണ്, രോഗിയാണ്. ഞാൻ അമ്മച്ചിയോട് വേഗം ചോദിച്ചു, അമ്മച്ചി ഇത്രയും പ്രയാസം ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും ധ്യാനത്തിന് വരണമെന്നില്ല, ഇന്നിപ്പോൾ ആദ്യം വന്നു, ഇനി അവസാന ദിവസം വന്നാലും മതി, വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാലും പോരെ, ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം. അമ്മച്ചി വരുന്ന കണ്ടിട്ട് ഞങ്ങൾക്ക് പ്രയാസം തോന്നി. പോപ്പുലർ മിഷൻ ധ്യാനം പള്ളിയിലല്ല, പുറത്ത് വെച്ച് ധ്യാനം നടത്തുമ്പോൾ അമ്മ പുറത്ത് പൊടിമണ്ണിൽ വന്ന് കുത്തിയിരിക്കുകയാണ് ഈ കൂന് പിടിച്ച അമ്മ. ഞാൻ എന്നിട്ട് അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചി എന്ത് പ്രാർത്ഥനയോടുകൂടിയാണ് ധ്യാനിക്കാൻ വേണ്ടി വരുന്നത്? ആ അമ്മ വേഗം തരുന്ന മറുപടി ഇങ്ങനെയാണ് സഹോദരങ്ങൾ. അമ്മച്ചി പറയുന്നത് വെച്ചാൽ എനിക്ക് പ്രത്യേകിച്ച് പ്രാർത്ഥനയൊന്നുമില്ല, എനിക്ക് നന്നായിട്ടൊന്ന് മരിക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ധ്യാനിക്കാൻ വരുന്നത്. ആദ്യമായിട്ടും പിന്നീട് കേട്ടിട്ടുമില്ല കേട്ടോ അങ്ങനെ. അവസാനമായിട്ട് ഒരാൾ പറയുന്നു, എനിക്ക് പ്രത്യേകിച്ച് രോഗം മാറണമെന്നോ സൗഖ്യം കിട്ടണമെന്നോ ഒന്നുമില്ല അച്ഛാ, ശാന്തമായിട്ട് നന്നായിട്ട് എനിക്കൊന്ന് മരിക്കണം, അതിനു വേണ്ടി ധ്യാനിക്കാൻ വേണ്ടി വരുന്നു. ഞാൻ ചോദിച്ചു, എന്തി അങ്ങനെ? ആ അമ്മയ്ക്ക് പറയാൻ ചില പ്രയാസങ്ങളുണ്ട്. അമ്മ പറഞ്ഞു വെച്ചാൽ ഒരു മകനേ ഉള്ളൂ, കൊല്ലം അവൻ കൊച്ചായിരിക്കുമ്പോൾ ഞങ്ങൾ ഈ നാട്ടിൽ വന്നതാണ്, ഭർത്താവ് മരിച്ചുപോയി, അവന് വേണ്ടി അധ്വാനിച്ചു, കഷ്ടപ്പെട്ടു, പഞ്ഞം കിടന്നു, നാട്ടുകാരുടെ മുമ്പിൽ പോലും പോയി കൈനീട്ടിട്ടുണ്ട് അവനെ പഠിപ്പിക്കാനും വലുതാക്കാനും. പക്ഷേ അച്ഛാ വിചാരിച്ച പോലൊന്നും അല്ല അവൻ മുന്നോട്ട് പോയത്. ചില പ്രത്യേക കൂട്ടുകെട്ടും ചില പ്രസ്ഥാനങ്ങളുടെയൊക്കെ പിന്നാലെ പോയി വഴിതെറ്റി ജീവിക്കുന്ന, തിന്മയുടെ അടിമയായി ജീവിക്കുന്ന ഈ മകൻ, ഈ അമ്മ പറയുന്നു 2 കൊച്ചു പിള്ളേരുണ്ട് അവന്, അവൻ്റെ ഭാര്യയുടെയും പിള്ളേരുടെയും പോലും കാര്യം നോക്കാൻ പറ്റുന്നില്ല അവന്. പിന്നെ എന്തിനച്ചാൽ ഞാനും കൂടി ഒരു ഭാരമായിട്ട് ആ കുടുംബത്തിൽ ഇനിയും ഇരിക്കണം, എത്ര വേഗം ഒന്ന് മരിച്ചാൽ അത്രയും നല്ലത്, അതുകൊണ്ട് വേറൊന്നും പ്രാർത്ഥിക്കാനില്ല, മരിച്ചാൽ മതി. ഞാൻ പറഞ്ഞു, അമ്മച്ചി ഞങ്ങൾ പ്രാർത്ഥിക്കാം. ആ അമ്മ എല്ലാ ദിവസവും ധ്യാനിക്കാൻ വരുന്നുണ്ട്. സഹോദരങ്ങളെ, ഞാൻ ചുരുക്കി പറഞ്ഞാൽ ധ്യാനം തീരുന്ന ദിവസവും ഞാൻ ഈ അമ്മയുടെ അടുത്ത് ചെന്നിട്ട് ഞാൻ ചോദിച്ചു, അമ്മച്ചി ധ്യാനം ഇഷ്ടപ്പെട്ടോ? നല്ല സന്തോഷമായി അച്ഛന്മാരെ, നല്ല ധ്യാനമായിരുന്നു. അമ്മച്ചി മറുപടി തന്നു. എന്നിട്ട് ഞാൻ ചോദിച്ചു, അമ്മച്ചി ആ ദിവസം ഇങ്ങനെ പറഞ്ഞല്ലോ, മരിക്കാൻ മാത്രമൊക്കെ ഒരുങ്ങിയോ അമ്മച്ചി എന്ന് ചോദിച്ചു പേരാവൂരത്തെ അമ്മയോട്. മരിക്കാൻ മാത്രമൊക്കെ ഒരുങ്ങിയോ? അമ്മ വേഗം എനിക്ക് തരുന്ന മറുപടി, അച്ഛാ എനിക്കിനി മരിക്കണ്ട, മരിച്ചാ മതി എന്ന് പറഞ്ഞ് ധ്യാനം തുടങ്ങിയ ഒരു അമ്മ ധ്യാനം തീരുമ്പോൾ പറയുന്നു, എനിക്കിനി മരിക്കണ്ട. ഞാൻ ചോദിച്ചു, എന്തിയാ അങ്ങനെ? സഹോദരങ്ങളെ, അമ്മ തന്നൊരു മറുപടിയുണ്ട്, ഹൃദയസ്പർശിയായിട്ടൊരു മറുപടി. ഞങ്ങൾ ആ ധ്യാനത്തിൻ്റെ ഇടയ്ക്ക് എൻ്റെ കൂടെ വേറൊരു അച്ഛനുണ്ടായിരുന്നു. ഞാനല്ല പ്രസംഗിച്ചത്, ആ അച്ഛൻ പ്രസംഗിച്ചു. ഒരു 30ഓളം കൊല്ലങ്ങൾ ഒരു മകൻ്റെ മാനസാന്തരത്തിന് വേണ്ടി ഒരമ്മ, അഗസ്റ്റിൻ എന്ന മകൻ്റെ മാനസാന്തരത്തിന് വേണ്ടി ഒരു അമ്മ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് ആ മകൻ നല്ലവനായതും മാനസാന്തരപ്പെട്ടതും എൻ്റെ കൂടെ ഉള്ള അച്ഛൻ ധ്യാനത്തിൽ പ്രസംഗിച്ചിരുന്നു. ഈ അമ്മയ്ക്ക് ഈ മകൻ്റെ പേര് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല, അമ്മയുടെ പേര് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. അമ്മച്ചി എന്നോട് ചോദിക്കുന്നു, അച്ഛാ നിങ്ങൾ പ്രസംഗിച്ചില്ലേ ഒരമ്മയെക്കുറിച്ച്? 30 കൊല്ലം വേദനകളും സഹനങ്ങളും ഒന്നും കളയാണ്ട് ഒരു കുരിശിനോട് ചേർത്ത് വെച്ച് മകൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരമ്മയെക്കുറിച്ച്. അതെ, എൻ്റെ കൂടെയുള്ള അച്ഛൻ പറഞ്ഞിരുന്നു സഹോദരങ്ങളെ, ആ പ്രസംഗത്തിൻ്റെ ഇടയ്ക്ക് മോനിക്ക എന്ന അമ്മയെക്കുറിച്ച്. 2 മക്കളുണ്ട് ഈ അമ്മയ്ക്ക്. ഈ അമ്മ മിലാൻ കത്തീഡ്രലിൻ്റെ മുമ്പിൽ, അൾത്താരയുടെ മുമ്പിൽ എന്നും വൈകുന്നേരം പോയി നിന്ന് കരയും. ഈ അമ്മച്ചി കരയുന്ന 4-ാം നൂറ്റാണ്ടിൽ ആ മിലാൻ രൂപതയെ നയിക്കുന്ന വിശുദ്ധനായൊരു മെത്രാനുണ്ടായിരുന്നു, ഒരു അംബ്രോസ് എന്ന മെത്രാൻ. സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കാൻ സക്രാരിയുടെ മുമ്പിൽ ഈ മെത്രാൻ വന്ന് മുട്ടുകുത്തുമ്പം പലവട്ടം ഈ സ്ത്രീയെ കാണുന്നു, കുരിശുരൂപത്തിന്റെ മുമ്പിൽ കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരു സ്ത്രീ. ഈ പിതാവ് ചെന്ന് ചോദിക്കുന്നു, എന്തുകൊണ്ട് നീ എന്നും വന്ന് കരയുന്നു? ഈ അമ്മയ്ക്ക് പറയാനൊരു സങ്കടമുണ്ട്, പിതാവേ 2 ആമക്കളുണ്ട് എനിക്ക്, ഇളയവൻ അഗസ്റ്റിൻ എന്നാണ് പേര്, മഹാതെമ്മാടിയാണവൻ, ഇളയവൻ മഹാതെമ്മാടിയാണ്, അവന് വേണ്ടിയാണ് കരയുന്നതും പ്രാർത്ഥിക്കുന്നതും.
ആ വിശുദ്ധനായ മെത്രാൻ എന്ന അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തൊരു ഉപദേശമുണ്ട്. അമ്മച്ചിയുടെ കണ്ണീര് കളയരുത്, വേദന കളയരുത്, നൊമ്പരം കളയരുത്, എല്ലാം ഈ മകന്റെ മാനസാന്തരത്തിന് വേണ്ടി കുരിശിന്റെ ചുവട്ടിൽ ചേർത്ത് വെച്ചോ. ഒരു നാൾ അമ്മച്ചിയുടെ മകൻ വിശുദ്ധനാകും. ഒരു നാൾ ഈ കണ്ണീരിന്റെ ഫലം അമ്മച്ചിയുടെ മകൻ വിശുദ്ധനാകും. ആ ധ്യാനത്തിൽ ഈ അമ്മയുടെ ഉള്ളിൽ തട്ടിയ കാര്യം ഇത് മാത്രമാണ്. ആ അമ്മ പറയുന്നു, അച്ഛാ, ഇനി എനിക്ക് മരിക്കണ്ട. എൻ്റെ വേദനയും എൻ്റെ രോഗവും ശാരീരിക ബുദ്ധിമുട്ടും സഹനവും എല്ലാം എൻ്റെ മകന്റെ മാനസാന്തരത്തിന് വേണ്ടി കൊടുക്കൂ ഈശോയ്ക്ക് ഞാൻ. സഹോദരങ്ങളെ, അമ്മച്ചി ധ്യാനം കൂടിയിട്ട് അമ്മയുടെ നടുവ് നിവർന്നില്ല, ഉള്ളു നിവർന്നു. പരിശുദ്ധാത്മാവിന്റെ കൃപ, വചനത്തിന്റെ അഭിഷേകം കൊണ്ട് അമ്മയുടെ ഉള്ളു നിറഞ്ഞു. ഇന്ന് 10-20 കൊല്ലമായി അമ്മച്ചി മിക്കവാറും മരിച്ചു പോയിട്ടുണ്ട്. മകൻ ഇന്ന് എങ്ങനെയാണോ എനിക്ക് അറിഞ്ഞുകൂടാ, എങ്കിലും ഞാൻ വിശ്വസിക്കുന്നു ആ അമ്മച്ചിയുടെ ആ നന്മയുള്ളൊരു ഉൾക്കാഴ്ച, ഒരു ധ്യാനത്തിൽ നിന്ന് സ്വന്തമാക്കുന്ന ഉൾക്കാഴ്ച ആ മകനെയും കൊച്ചുമക്കളെയും ആ കുടുംബത്തിലെയും ദൈവത്തിൻ്റെ കൃപയാൽ നിറച്ചിട്ടുണ്ട് എന്ന് തന്നെ ഞാൻ വിശ്വസിച്ചുകൊണ്ട് കൊല്ലങ്ങൾക്ക് മുൻപ് ഞാൻ ഒരു ധ്യാനത്തിൽ കണ്ട കൂന് പിടിച്ചൊരമ്മയെ ഓർക്കുന്നു അങ്കമാലിയിൽ. സഹോദരങ്ങളെ, ഓരോ ദിവസത്തെയും വേദനകളും സഹനങ്ങളും, ഞാൻ പറഞ്ഞല്ലോ ഇനി 3 ആഴ്ചയും കൂടിയുണ്ട് നമുക്ക് ദുഃഖവെള്ളി ഈസ്റ്ററും ഒക്കെ ആവാൻ. ഓരോ ദിവസവും ഈ ധ്യാനത്തിൽ ഇവിടെ കൂടിയവര്, വീടുകളിലിരുന്ന് കൂടുന്നവര്, ഓരോ ദിവസവും സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി മുട്ടുകുത്തുമ്പം ഈശോ ഇന്നത്തെ വേദനയും സഹനവും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, ഞാൻ അവിടെ തളരുന്നില്ല, പതറുന്നില്ല. നിന്റെ വേദനയോട് ചേർത്ത് വെക്കുന്നു, നിന്റെ തിരുമുറിവിനോട് ചേർത്ത് വെക്കുന്നു. എൻ്റെ മക്കൾക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി, ഞങ്ങളുടെ ഇടവകയ്ക്ക് വേണ്ടി, പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി, അച്ഛന്മാരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി, കന്യാസികളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി, ധാരാളം മക്കൾ ഇനിയും ദൈവശുശ്രൂഷയ്ക്ക് കടന്നു വരാൻ വേണ്ടി ഈശോ നീ എന്തിനൊക്കെ ആഗ്രഹിക്കുന്നോ ഈ വേദനകളും സഹനങ്ങളും, ഞാൻ ഈ കുരിശെടുക്കുമ്പം അതിൻ്റെ പിന്നിൽ നിനക്കൊരു പദ്ധതിയുണ്ട്. എന്തിനു വേണ്ടി നീ ഇതെനിക്ക് അനുവദിക്കുന്നോ? പരാതികളും പരിഭവങ്ങളും ഇല്ലാതെ സ്വീകരിക്കുന്ന ഈശോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സഹോദരങ്ങളെ, സമയമായി. പറഞ്ഞു പോകുമ്പോൾ അങ്ങ് വേഗം സമയം പോകുന്നു. ഞാൻ അവസാനിപ്പിക്കുന്നു കേട്ടോ. സൈറീൻകാരൻ ഷെമയോനെ കുറിച്ച് സെമിനാരി പഠിക്കുന്ന കാലത്ത് വായിച്ചിട്ടുള്ളൊരു കഥയുണ്ട്. ഈ ജിമ്മി അച്ഛനും ഞാനും ഒരേ കാലത്ത് മംഗലപ്പുഴ പഠിച്ചവരാണ്, ഒരേ കാലത്ത് റോമിൽ പഠിച്ചവരാണ്, അടുത്ത കൂട്ടുകാരാണ് ഞങ്ങൾ. ജിമ്മി അച്ഛൻ്റെ കൂടെ ഞാൻ മംഗലപ്പുഴ പഠിക്കുമ്പം മംഗലപ്പുഴ സെമിനാരിയിൽ നിന്ന് എടുത്ത് വായിച്ചൊരു പുസ്തകത്തിൽ വായിച്ചൊരു കഥ, സൈറീൻകാരൻ ഷെമയോനെ കുറിച്ച്. കഥ ഇങ്ങനെയാണ്. സൈറീൻ ഒരു ആഫ്രിക്കൻ നാടാണ്. അതെ, ആഫ്രിക്കൻ രാജ്യമായ ലിബിയയോട് ചേർന്ന് കിടക്കുന്ന ഒരു പുരാതന ഗ്രീക്ക് സംസ്കാരമുള്ളൊരു നാടാണ് സൈറീൻ. കഥയിൽ പറയും, ഈ ആഫ്രിക്കൻ, ഈ നീഗ്രോയായ ഈ ഷെമയോൻ, സൈറീൻകാരൻ ഷെമയോൻ ആരാണ്? കിട്ടില്ലേ അത് നിങ്ങൾക്ക്? അതാരാണ്? കർത്താവിൻ്റെ കാൽവരി യാത്രയിൽ ഈശോ വീണു പോകുമ്പം കുരിശെടുക്കാൻ സഹായിച്ച ഷെമയോൻ, അതാണ് സൈറീൻകാരൻ ഷെമയോൻ. ആ ഷെമയോനെ കുറിച്ചാണ് ഒരു കഥ. ഈ ഷെമയോനെ കുറിച്ച് സുവിശേഷത്തിൽ ചില കാര്യങ്ങളുണ്ട്. ഷെമയോന് 2 മക്കളുണ്ടെന്ന് സുവിശേഷത്തിൽ വായിക്കുമല്ലോ. എന്താണ് മക്കളുടെ പേര്? അലക്സാണ്ടറും റൂഫസും. അതെ, ഈ അലക്സാണ്ടറിന്റെയും റൂഫസിന്റെയും പിതാവായ ഷെമയോൻ കഥയിൽ എഴുതും, ആഫ്രിക്കയിൽ നിന്ന് ഈ നീഗ്രോയായ ഷെമയോൻ ജെറുസലേം ദേവാലയത്തിൽ തിരുനാൾ കൂടാൻ വേണ്ടി വരുന്നു. നീണ്ട കാലങ്ങളായിട്ട് പ്രതീക്ഷിച്ചിരിക്കുന്നതാണ് ഇങ്ങനെയൊന്ന് ഒരു തിരുനാൾ കൂടാൻ പോകണം പെസഹ കാലത്ത് ജെറുസലേമിൽ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജെറുസലേമിൽ നിന്ന് നാടുകടത്തപ്പെട്ട ഈ യഹൂദ മാതാപിതാക്കൾക്ക് ഈ ആഫ്രിക്കൻ രാജ്യത്ത് പിറക്കുന്ന കൊച്ച് ഈ ഷെമയോൻ, ഇവൻ വളർന്നു വരുമ്പോൾ ഇവന്റെ പൂർവികരുടെ നാട്, മാതാപിതാക്കന്മാരുടെ നാട്ടിലൊന്ന് പോകണം, ജെറുസലേം ദേവാലയത്തിൽ പോകണം, തിരുനാൾ കൂടണം. ഈ ചിന്തയോടുകൂടി ഇരിക്കുമ്പോഴാണ് കഥ എഴുതുന്നയാൾ പറയും, അവന്റെ വിവാഹം നടക്കുന്നു, 2 ആൺപിള്ളേര് പിറക്കുന്നു, അലക്സാണ്ടറും റൂഫസും. ഈ അപ്പന്റെ ചിന്ത ഇങ്ങനെ മാറുന്നു, ഇനി ഈ പിള്ളേരും കൂടി വലുതായിട്ട് 3 പേർക്കും കൂടി പെരുന്നാൾ കൂടാൻ പോകാം. അങ്ങനെയാണ് സഹോദരങ്ങളെ ഈ കഥയിൽ നമ്മുടെ കർത്താവ് കാൽവരിയിൽ മരിച്ച പെസഹായ്ക്ക് തിരുനാൾ കൂടാൻ ഈ ഷെമയോനും 2 മക്കളും ജെറുസലേമിലെത്തുന്നത്. ജെറുസലേമിലെത്തുമ്പോൾ കഥ എഴുതുന്നയാൾ വിവരിക്കും, പതിവിൽ വേറെ ആളുകൾ ആ ആണ്ടിൽ പെസഹായ്ക്ക് ജെറുസലേമിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെ വരുന്ന തീർത്ഥാടകർക്ക് താൽക്കാലികമായിട്ട് താമസിക്കാൻ വേണ്ട സൗകര്യങ്ങളൊക്കെ നിറഞ്ഞു കവിഞ്ഞു.
ഇനിയും ആളുകൾ ഇങ്ങനെ വരുമ്പോൾ സംഘാടകർ കൊച്ചു കൊച്ചു ടെന്റുകൾ ഉണ്ടാക്കി കൊടുക്കുന്നു. ഈ വരുന്നവർക്ക് തൽക്കാലം ഒന്ന് താമസിക്കാനും അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടത്തി ഈ തിരുനാള് കൂടി ജെറുസലേം ദേവാലയത്തിന്റെ അൾത്താരയ്ക്ക് മുമ്പിൽ ഒരു പെസഹ കുഞ്ഞാടിനെ ബലിയായിട്ട് അർപ്പിച്ചിട്ട് മടങ്ങിപ്പോകാൻ താൽക്കാലിക സൗകര്യം കിട്ടി ഈ ശമയോനും മക്കൾക്കും. ഈ മക്കളെ രണ്ടുപേരെയും അലക്സാണ്ടറിനെയും റൂഫസിനെയും കൂട്ടിക്കൊണ്ടുവന്ന ജെറുസലേം ദേവാലയത്തിന്റെ അൾത്താരയ്ക്ക് മുമ്പിൽ മുട്ടുകുത്തി അപ്പൻ പ്രാർത്ഥിച്ചു, നേർച്ചയിട്ടു. ഒരു പെസഹ കുഞ്ഞാടിനെ ആ കുടുംബത്തിന് വേണ്ടി ബലിയായിട്ട് അൾത്താരയുടെ മുമ്പിൽ അർപ്പിച്ചു. എന്നിട്ട് മടങ്ങുകയാണ്. ഈ മക്കളെ ആ ടെന്റിൽ കൊണ്ടുപോയി കൂടാരത്തിൽ കൊണ്ടുപോയി ആക്കി അന്ന് വിശ്രമിക്കുന്നു. പിറ്റേന്ന് വെള്ളിയാഴ്ച കഥയിൽ വായിക്കും, ഈ അപ്പൻ മക്കളോട് പറയുന്നു, മക്കളെ ഏതായാലും ജെറുസലേം വരെ വന്നു, നമ്മുടെ പൂർവികരുടെ നാടാണ്. അപ്പച്ചനീ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി നഗരമൊക്കെ ഒന്ന് നോക്കി കണ്ടിട്ട് വരാം, നിങ്ങൾ കൂടെ പോരണ്ട, വലിയ തിരക്കാണ്, കൂട്ടം തെറ്റിപ്പോയാൽ പിന്നെ കണ്ടുപിടിക്കാനൊക്കെ പ്രയാസമാണ്. നിങ്ങൾ ഈ ടെന്റിൽ തന്നെ കഴിഞ്ഞോ, കൂടാരത്തിൽ തന്നെ പുറത്തിറങ്ങേണ്ട, ഇവിടെ തന്നെ കിടന്നോ, വിശ്രമിച്ചോ. ഇത് പറഞ്ഞിട്ട് ഈ അപ്പൻ ശമയോൻ ജെറുസലേം നഗരം കാണാൻ വേണ്ടി പോകുന്നു. ജെറുസലേം നഗരം കണ്ടു നടക്കുമ്പോൾ എന്തോ വലിയ ഒച്ചയും ബഹളവും കേൾക്കാം, ജനക്കൂട്ടത്തിന്റെ വലിയ ആരവം കേൾക്കാം. ജനങ്ങൾ മാറി നിന്ന് എന്തൊക്കെയോ പറയുന്നു. ഇവൻ ചോദിക്കുന്നു, എന്താണ് ഈ ഒച്ചയും ബഹളവും? മറുപടിയായിട്ട് കിട്ടുന്നത് ഇതാണ്, എടാ നീ മാത്രം അറിഞ്ഞില്ലേ, ഈ നാട്ടിൽ ഇന്ന് വലിയൊരു ശിക്ഷാവിധി നടക്കുന്നു. ഇത് റോമാക്കാര് ഭരിക്കുന്ന നാടാണ്. റോമാക്കാര് ഭരിക്കുന്ന നാട്ടിൽ മാത്രം കാണുന്നൊരു ശിക്ഷാവിധിയുണ്ട്. വലിയ കുറ്റവാളികളെ കുരിശെടുത്ത് കുരിശിൽ തറച്ചു കൊല്ലും. ഇവിടെ മാത്രമേ കാണൂ. റോമാക്കാര് ഭരിക്കുന്ന നാടുകളിലെ ഈ ശിക്ഷയുള്ളൂ. ഇന്ന് 3 പേരെ ഈ വെള്ളിയാഴ്ച ദിവസം ഈ പെസഹായ്ക്ക് 3 പേരെ 3 കുറ്റവാളികളെ ഈ വഴിയെ കൊണ്ടുപോകും. എന്നിട്ട് അങ്ങ് കാണുന്ന കാൽവരി മലയുടെ മുകളിൽ ഗാഗുൽത്തായുടെ മുകളിൽ കൊണ്ടുപോയി 3 പേരെയും കുരിശിൽ തറച്ചു കൊല്ലും. അങ്ങ് നിന്ന് ആ കുരിശു യാത്ര തുടങ്ങിയിട്ടുണ്ട്. ആ ഒച്ചയും ബഹളമാണ് കേൾക്കുന്നത്. ശമയോന് ഉത്സാഹമായി. ഇവൻ വീട്ടിൽ കേട്ടിട്ടുണ്ട് ഇങ്ങനെയൊക്കെയുണ്ട്, റോമാക്കാര് ഭരിക്കുന്നിടത്ത് ഇങ്ങനെയൊക്കെയുണ്ട്. ഏതായാലും അതും കാണാൻ ഭാഗ്യം കിട്ടിയല്ലോ. ആ ചിന്തയോടുകൂടി വഴിയരികിൽ ഈ ശമയോൻ നിൽക്കുമ്പോഴാണ് 3 പേര് കുരിശു എടുത്തോണ്ട് വന്നു. നടുക്ക് വരുന്ന മനുഷ്യൻ നമ്മുടെ കർത്താവാണത്. ഇവന്റെ തൊട്ടടുത്തെത്തുമ്പോൾ ആ കുരിശുമായിട്ട് ഈശോ വീഴുന്നു. റോമൻ പടയാളികൾ തല്ലുന്നു വീണ് കിടക്കുന്ന മനുഷ്യനെ, ഈശോയെ. അടികൊണ്ടിട്ട് ഈശോ കരയുന്നുണ്ട്, ഏക്കാൻ പറ്റുന്നില്ല ഈശോയ്ക്ക്. വീണ്ടും തല്ലുമ്പോൾ പടയാളികൾ പറയുന്നു, എടാ ഇനിയും തല്ലല്ലേ, ഇവനെ തല്ലിയാൽ ചത്തുപോകും, നമുക്കിവനെ കുരിശ് തറച്ചു കൊല്ലാൻ കിട്ടില്ല. എന്നിട്ട് ഈ പടയാളികൾ അങ്ങും ഇങ്ങും ആലോചിച്ചിട്ട് കണ്ടെത്തുന്നൊരു പോംവഴിയാണ്, ഈ വഴിയിൽ നിൽക്കുന്ന ആരെ കൊണ്ടെങ്കിലും ഈ കുരിശെടുത്ത് നമുക്ക് മലയുടെ മുകളിൽ വരെ കൊണ്ടുപോകാം. അവർ ചുറ്റും നോക്കുമ്പം കഥ എഴുതുന്ന ആള് പറയും, വേഗം ആ നോട്ടം ഈ ശമയോനിലെത്തുന്നു. നീഗ്രോയായ നല്ല കരുത്തും ബലവും ഉള്ള ആ ഒരു ശരീരം ഉണ്ടല്ലോ, നീഗ്രോയുടെ ശരീരം. ഈ കരുത്തുള്ള ഒരു മനുഷ്യൻ വഴിയിൽ നിൽക്കുമ്പം രണ്ടാമതൊന്നും അവർ പിന്നെ ചിന്തിച്ചു പോകുന്നില്ല. നിർബന്ധിക്കുകയാണ് റോമൻ പടയാളികൾ ഈ ശമയോനെ ഈ കുരിശെടുക്കാൻ വേണ്ടി നിർബന്ധിക്കുന്നു. കഥയിൽ വായിക്കും സഹോദരങ്ങളെ, കുരിശെടുക്കുന്ന ശമയോൻ അവനറിയാം, ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ലെങ്കിലും ഒരു കുറ്റവാളിയുടെ കുരിശെടുക്കാൻ സഹായിക്കുക അപമാനമാണ്, നിന്ദനമാണ്. ഇതറിഞ്ഞുകൊണ്ട് ഈ കുരിശെടുത്തവൻ പിന്നാലെ പോകുന്നു. എല്ലാവരെയും പ്രാഗി, സങ്കടപ്പെട്ട് നൊമ്പരപ്പെട്ട്, ദൈവമേ നീ പോലും എന്നെ കൈവിട്ടല്ലോ, നോമ്പ് നോക്കി തിരുനാള് കൂടാൻ വേണ്ടി വന്നിട്ട് നീ എനിക്ക് കരുതി വെച്ചത് ഇങ്ങനെയൊന്നാണല്ലോ. ദൈവത്തെ പോലും പഴി പറഞ്ഞ് പരാതി പറഞ്ഞ് ഈ കുരിശുവെടുത്ത് ഈ ശമയോൻ നടക്കുന്നു ഈ കുറ്റവാളികളുടെ പിന്നാലെ. കഥയിൽ വായിക്കും, മലയുടെ മുകളിലെത്തി ശമയോൻ കുരിശിറക്കി വെച്ചു കൊടുത്തു. കുരിശു തറച്ചു കൊല്ലുന്നതൊന്നും കാണാൻ വേണ്ടി നിൽക്കുന്നില്ല. അപമാന ഭാരം കൊണ്ട് ഇവൻ മടങ്ങുകയാണ്, സങ്കടപ്പെട്ട് മടങ്ങുകയാണ്. ഇവൻ മടങ്ങി വന്ന് പിള്ളേരുള്ള ആ കുടില് കണ്ടുപിടിച്ച്, ആ ടെന്റ് കണ്ടുപിടിച്ച് വിഷമത്തോടുകൂടി ആ കൂടാരത്തിലെത്തുമ്പോൾ അലക്സാണ്ടറും റൂപ്പസും ചോദിക്കും, എന്ത് പറ്റി അപ്പച്ച, മുഖം വിഷമിച്ചിരിക്കുന്നു, എന്ത് പറ്റി? മറുപടിയൊന്നും ആ പിതാവ് പറയുന്നില്ല. ആ കൂടാരത്തിൽ തന്നെ 2 ദിവസം നൊമ്പരപ്പെട്ടും സങ്കടപ്പെട്ടും തനിക്ക് വന്ന ഈ നൊമ്പരവോർത്തും ദുഃഖവോർത്തും വിഷമിച്ചിരിക്കുന്ന ഈ ശമയോൻ 2 ദിവസം കഴിയുന്നു. കഥയിൽ കാണും, ഞായറാഴ്ച ദിവസമായി. ഈ ശമയോൻ ഒന്നുകൂടി പുറത്തിറങ്ങാൻ വേണ്ടി ഈ മക്കളോട് പറഞ്ഞിട്ട് പുറത്തിറങ്ങുമ്പം ജനങ്ങൾ അതിശയത്തോടുകൂടി എവിടെയും എന്തൊക്കെയോ സംസാരിക്കുന്നു. ഈ ശമയോൻ ശ്രദ്ധിക്കുമ്പോൾ ഇങ്ങനെയാണ് എല്ലാവരും പറയുന്നത്, 2 ദിവസം മുമ്പ് ആ മലയുടെ മുകളിൽ കുരിശു തറച്ചു കൊന്ന ആ 3 പേര്, നടുക്ക് കുരിശു തറച്ചു കൊന്ന മനുഷ്യൻ, മൃതശരീരം വാങ്ങാൻ പോലും ഒരാളും വന്നില്ല. അവസാനം അരിമത്തിയ ജോസഫ് എന്നൊരു നല്ല മനുഷ്യന്റെ ഔദാര്യം കൊണ്ട് ആ ജോസഫിന്റെ പറമ്പിൽ കുഴിച്ചിട്ട ആ മൃതശരീരം ഇന്ന് ഭീമാകാരമായ കല്ലുകൾ മാറിക്കിടക്കുന്നു. റോമൻ പടയാളികൾ കാവലിരുന്നവർക്കൊന്നും മനസ്സിലാകുന്നില്ല.
അവൻ ഉയർത്തെഴുന്നേറ്റെന്നാണ് പറയുന്നത്. ഉയർത്തെഴുന്നേറ്റു. ഇത് കേൾക്കുന്ന ശമയോൻ, കൂടുതൽ കാര്യങ്ങൾ അറിയാനുള്ള ആകാംക്ഷയാണ് ആ ശമയോന്. അവൻ ഓർക്കുന്നു, ഞാനാണല്ലോ ദൈവമേ ആ മനുഷ്യന്റെ കുരിശു എടുത്തുകൊണ്ട് പിന്നാലെ പോയത്. ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയാനുള്ള ആകാംക്ഷ. ആരോടോ ഒക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്നു, എടാ ഞങ്ങൾക്ക് ഇത്രയൊക്കെ അറിയൂ, നിനക്ക് ഇനിയും എന്തെങ്കിലും കൂടുതൽ അറിയണോ? ഇന്ന സ്ഥലത്തൊരു മുറിയിൽ ശമയോൻ പത്രോസും കൂട്ടുകാരും കതകടച്ച് പേടിച്ച് വിറച്ചിരിപ്പുണ്ട്. നീ എന്നാ വാതക്ക് ചെന്ന് മുട്ടി നോക്ക, ശമയോനോടൊന്ന് പറഞ്ഞു നോക്ക്, ശമയോൻ പത്രോസിനോട്. അവൻ എന്തെങ്കിലും പുതിയ വിവരങ്ങൾ നിനക്ക് തരും. അങ്ങനെയാണ് സഹോദരങ്ങളെ ഈ സൈരീൻകാരൻ ശമയോൻ പത്രോസും കൂട്ടുകാരുമുള്ള മുറി തേടി ചെന്ന് കണ്ടുപിടിച്ചിട്ട് ശമയോൻ പത്രോസിനോട് ഈ നടന്ന കാര്യങ്ങളെല്ലാം പറയുകയാണ് ഈ സൈരീൻകാരൻ മനുഷ്യൻ. ശമയോൻ പത്രോസ് എല്ലാം കേട്ട് കഴിയുമ്പോൾ ഇവന് കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട് ആ പുസ്തകത്തിൽ, ആ കഥയിൽ. ശമയോൻ പത്രോസ് പറയും, എടാ ശമയോനെ, നീ ഭാഗ്യവാനാടാ, നീ പുണ്യം ചെയ്തവനാടാ ശമയോനെ. നീ വഹിച്ച കുരിശ് രക്ഷകന്റെ കുരിശാനടാ, രക്ഷകന്റെ കുരിശ്. ദൈവത്തിന്റെ പുത്രൻ എടുക്കേണ്ട കുരിശാടാ നീ എടുത്തത്. നിനക്ക് ഭാഗ്യം കിട്ടിയടാ ശമയോനെ. എന്നിട്ട് ഈ ശമയോൻ പത്രോസ് പറയും, സത്യത്തിൽ എൻ്റെ ഗുരു വീണപ്പം കൂടെ നിൽക്കേണ്ടവൻ ഞാനായിരുന്നു. കുരിശെടുക്കാൻ വയ്യാതെ എൻ്റെ ഗുരു തളർന്നപ്പം കൂടെ നിന്ന് സഹായിക്കേണ്ടത് ഈ ഞാനായിരുന്നു. എനിക്കതിന് സാധിച്ചില്ല. ഞാൻ പേടിച്ചു മാറി നടന്നു, ഒളിച്ചും പാത്തും ഞാൻ നടന്നു. എനിക്ക് കിട്ടേണ്ട ഭാഗ്യം നിനക്ക് കിട്ടിയടാ. ശമയോൻ പത്രോസ് പറയും, നീ ഭാഗ്യപ്പെട്ടവനാടാ, നീ എടുത്തത് രക്ഷകന്റെ കുരിശാടാ. ദൈവപുത്രന്റെ കുരിശിൽ പങ്കുപറ്റാനുള്ള ഭാഗ്യം കിട്ടിയത് നിനക്കാണടാ. ഈ മറുപടി കിട്ടി ഈ പിള്ളേരുടെ അടുത്തോട്ട് മടങ്ങുന്ന ഈ ശമയോനുണ്ട്, സൈരീൻകാരൻ. ആ മടങ്ങുന്ന വഴിക്ക് ആ മനസ്സിലൂടെ കടന്നു പോകുന്ന ചില വിചാരങ്ങളുണ്ട്. ദൈവമേ, ഈ ജീവിതത്തിൽ ഏറ്റവും ശപിക്കപ്പെട്ടുവെന്ന് ഞാൻ കരുതിയ നേരങ്ങൾ, നീ പോലും എന്നെ കൈവിട്ടല്ലോ എന്ന് ഞാൻ വിലയിരുത്തിയ നേരങ്ങൾ, എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ദൈവമേ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ഈ പുണ്യം ചെയ്ത് പെരുന്നാൾ കൂടാൻ വന്നിട്ടും എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ എന്ന് ഞാൻ ചോദിച്ച ആ നേരങ്ങളൊക്കെ ആയിരുന്നല്ലോ ദൈവമേ നിന്നോടൊന്നാകാനും നിന്റെ സ്നേഹം അനുഭവിക്കാനും നിന്റെ മകനായി മാറാനും എനിക്ക് ഭാഗ്യം കിട്ടിയ നേരങ്ങൾ. ആ നേരങ്ങളൊക്കെ ആയിരുന്നല്ലോ. എല്ലാം പാഴായിപ്പോയല്ലോ, എല്ലാം ഞാൻ നഷ്ടപ്പെടുത്തിയല്ലോ. ഈ സങ്കടം ആ മനസ്സിൽ വരുമ്പോഴും അവൻ കണ്ടെത്തുന്നൊരാശ്വാസമുണ്ട്. ഇല്ല, ഞാൻ നിരാശപ്പെടാൻ പാടില്ല, ഞാൻ തളരാൻ പാടില്ല. ഇനിയും വരും ഈ ജീവിതത്തിൽ ഇതുപോലെയുള്ള നേരങ്ങൾ, ഒറ്റപ്പെട്ടു പോകുന്ന നേരങ്ങൾ, തിരസ്കരണത്തിൻ്റെ നേരങ്ങൾ, രോഗത്തിൻ്റെ നേരങ്ങൾ, സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ നേരങ്ങൾ, കുടുംബത്തിലെ പ്രയാസങ്ങളുടെ നേരങ്ങൾ ഇനിയും വരും എനിക്ക് ഈ ജീവിതത്തിൽ. ആ നിമിഷങ്ങളിൽ ദൈവമേ, ഇനി മുന്നോട്ട് പരാതികളില്ലാതെ പരിഭവങ്ങളില്ലാതെ നീ കൈവിടുവാണോ എന്നെ, ആ ചിന്ത ഒരിക്കലും ഈ മനസ്സിലോട്ട് വരാതെ നിന്നോടൊന്നാകുന്ന അനുഭവങ്ങളായി കണ്ട് ആ വേദനകളെയൊക്കെ സ്വീകരിക്കാൻ എന്നെ നീ അനുഗ്രഹിക്കണേ എന്ന പ്രാർത്ഥനയോടെ ഈ പിള്ളേരെയും കൂട്ടി ജെറുസലമിൽ നിന്ന് മടങ്ങും സൈറീനിലോട്ട്, ആഫ്രിക്കയിലോട്ട് ഈ ശമയോൻ. സഹോദരങ്ങളെ, ഈ കഥ അന്ന് വായിച്ചപ്പം ഒരുപാടൊരു ധ്യാനചിന്ത തോന്നിയിട്ടില്ല. പിന്നീട് പഴയ നോട്ടൊക്കെ എടുത്തു വെച്ച് പ്രസംഗത്തിനും ഞായറാഴ്ച പ്രസംഗത്തിനും ധ്യാന പ്രസംഗത്തിനും ഒക്കെ വേണ്ടി ഒരുങ്ങുമ്പോഴും വീണ്ടും വീണ്ടും ഈ കഥ മനസ്സിൽ കൂടെ പോകുമ്പോഴും ഈ കഥ വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിക്കുമ്പോഴും എൻ്റെ മനസ്സെന്നും പറയാറുണ്ട്, ഈ ശമയോൻ ഈ സംസാരിക്കുന്ന ഞാൻ തന്നെയാണല്ലോ. ഈ ശമയോൻ എന്നെ ശ്രദ്ധയോടെ, എത്ര ശ്രദ്ധയോടെ മാതാപിതാക്കളെ നിങ്ങൾ ധ്യാനത്തിലിരിക്കുന്നു കേട്ടോ. ഞാൻ ഈ അച്ഛന്മാരോട് പറഞ്ഞു ദിവസങ്ങളിൽ, എൻ്റെ മുഖത്തുനിന്ന് കണ്ണുപോലും മാറ്റാണ്ട് അത്രയും ശ്രദ്ധയോടെ ഇരിക്കുന്ന, അതെ എന്നെ അത്രയും ശ്രദ്ധയോടെ സ്നേഹത്തോടെ കേട്ടിരിക്കുന്ന അപ്പനമ്മമാരെ, സഹോദരങ്ങളെ, ഈ ശമയോൻ നിങ്ങൾ ഓരോരുത്തരുമാണ്. ഈ സംസാരിക്കുന്ന ഞാനാണ്. എത്രയെത്ര അവസരങ്ങൾ, ക്രൂശിതനോടൊന്നാവാൻ കിട്ടിയ അവസരങ്ങൾ, അവനോട് ചേർന്ന് നിൽക്കാൻ കിട്ടിയ അവസരങ്ങൾ,
അവൻ്റെ കൃപയിൽ പങ്കുപറ്റാൻ കിട്ടിയ അവസരങ്ങൾ, അവൻ്റെ കൃപ നമ്മുടെ കുടുംബത്തിലോട്ട് ഒഴുകാനുള്ള ചാലായി തീരാൻ നമുക്ക് കിട്ടിയ അവസരങ്ങൾ, പാഴാക്കിയതിൻ്റെ വേദനയും നൊമ്പരോ ഈ ധ്യാനം തീരുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ട്. നമുക്കൊരു തീരുമാനം എടുക്കണം. ഇനി മുന്നോട്ട് എൻ്റെ ഈശോ നിന്റെ കുരിശിനോട് ചേർന്ന് നിൽക്കാൻ കിട്ടുന്ന നിമിഷങ്ങൾ ഭാഗ്യമായി കണ്ട് സ്വീകരിക്കാൻ, അതാണ് ക്രിസ്തീയ ജീവിതമെന്ന് പഠിക്കാൻ. നിന്റെ സൗഖ്യവും കൃപയും എനിക്ക് ഈ രാത്രി തന്നെ അനുഗ്രഹിക്കണേ. സഹോദരങ്ങളെ, ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പം എൻ്റെ മനസ്സിൽ കൂടെ പോയൊരു വചനം, കൃത്യം ഏതാ വചനമൊന്നും കിട്ടിയില്ല. ഞാൻ പിന്നെ എൻ്റെ സെമിനാരിയിലെ പിള്ളേരെ വിളിച്ചിട്ട് ഞാൻ അവരോടൊന്ന് നോക്കി കണ്ടുപിടിക്കാൻ പറഞ്ഞ് അവരെനിക്ക് എൻ്റെ ഫോണിലോട്ട് മെസ്സേജ് അയച്ചു തന്നു. ഞാൻ ആ തിരക്കിയ വചനം ഇതായിരുന്നു. പൗലോസ് അപ്പോസ്തലൻ ജീവിത സഹനങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പം അഭിമാനത്തോടു കൂടി പറയുന്നൊരു വാക്കുണ്ട്: എൻ്റെ കർത്താവിൻ്റെ അടയാളങ്ങൾ എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നതോർത്ത് ഞാൻ സന്തോഷിക്കുന്നു. എൻ്റെ ക്രൂശിതനായ കർത്താവിന് ഏൽക്കേണ്ടി വന്ന അടികളും അടയാളങ്ങളും എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നതോർത്ത് ഞാൻ അഭിമാനിക്കുന്നു. സെമിനാരിൽ എൻ്റെ പിള്ളേർ ആ വചനം എൻ്റെ ഫോണിലും മെസ്സേജ് ചെയ്തിട്ടു എന്ന് ഞാൻ ഇവിടേക്ക് വരുന്നതിന് തൊട്ടു മുമ്പ്. ഗലാത്യ ലേഖനം 6:17 വചനം. ഗലാത്യ ലേഖനം 6:17. കർത്താവിൻ്റെ പീഡകളിൽ പങ്കുപറ്റുന്നതോർത്ത്, അവൻ്റെ അടയാളങ്ങളിൽ ശരീരത്തിൽ ഞാൻ വഹിക്കുന്നതോർത്ത്, അവൻ്റെ പാടുപീഡകളോട് ഞാൻ ഒന്നാകുന്നതോർത്ത് ഞാൻ അഭിമാനിക്കുന്നു. സഹോദരങ്ങളെ, ഞാൻ നിർത്തുന്നു. ഈ ഒറ്റ വാചകം കൂടി ഒന്ന് ഓർപ്പിച്ച്, ക്രൂശിതനായ കർത്താവിനെ കുരിശെടുത്തേ നിങ്ങൾക്കും എനിക്കും പിഞ്ചെല്ലാൻ ഒക്കൂ. നമ്മുടെ ദൈവം ക്രൂശിതനാണെങ്കിൽ, അവൻ അടിയേറ്റെങ്കിൽ, അവന് വേദനിച്ചെങ്കിൽ, അവൻ വാവിട്ട് കരഞ്ഞെങ്കിൽ, അവന് ദാഹിച്ചെങ്കിൽ, സഹോദരങ്ങളെ, ഉയർത്തെഴുന്നേറ്റ അവൻ്റെ ശരീരത്തിൽ പോലും അടി കൊണ്ടതിൻ്റെ പാടുകൾ മായാതെ കിടപ്പുണ്ടെങ്കിൽ, ആ പാടുകളും വേദനകളും നൊമ്പരങ്ങളും അടയാളങ്ങളും വഹിച്ചുകൊണ്ട് നിങ്ങൾക്കും എനിക്കും ക്രൂശിതനെ പിഞ്ചെല്ലാനും രക്ഷാകര അനുഭവത്തിലോട്ടെത്താനും മഹത്വത്തിൻ്റെ ഒളിമങ്ങാത്ത കിരീടം സ്വീകരിക്കാനും സാധിക്കൂ.